നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ബലത്തോടെ ഹല്ലേലൂയ. ആനന്ദത്തോടെ ഹല്ലേലൂയ. മഹാദൈവത്തിന്റെ നിറഞ്ഞ തിരുസാന്നിധ്യമുള്ള ഈ നല്ല പകൽവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നിങ്ങളോടൊപ്പം എനിക്കും ഇന്ന് പകലായിരിക്കാൻ പകലും രാത്രിയുമുള്ള സെക്ഷനുകളിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ മഹത്വമേറിയ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ നിബിൻസൺ, തന്റെ കുടുംബം, അതുപോലെ കർത്താവിന്റെ ദാസൻ ഉല്ലാസ് മാസ്റ്റർ, കർത്താവിന്റെ ദാസി നിഷ, ആ കുടുംബത്തിനായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന. വിശേഷാൽ ഈ സഭയിലുള്ള എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ ഒരുമിച്ച് തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദേവദാസൻ നിബിൻസനെ ഞാൻ പരിചയപ്പെടുന്ന ഈ സെന്ററിൽ വന്നതിന് ശേഷം മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് പരിചയപ്പെടുന്നത് ഈ സെന്ററിൽ താൻ പ്രത്യേകിച്ച് ഈ സഭയുടെ ശുശ്രൂഷകനായി തോന്നുന്നതിന് ശേഷമാണ് പരിചയപ്പെടുവാൻ ഇടയായി തോന്നുന്നത്. ഇങ്ങനെ ചില ദിവസങ്ങൾ വേറിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഉപവാസത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ദൈവവചന ധ്യാനത്തിന് വേണ്ടി ആത്മനിയോഗത്താൽ വേറിട്ടിരിക്കുന്ന ഈ നല്ല ദിനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അമേൻ. കർത്താവിന്റെ ദാസന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത നല്ല ആത്മനിയോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവല്ലാതെ മാനുഷികമായിട്ടൊന്നും ദൈവസന്നിധിയിൽ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ വചനം ധ്യാനിക്കാനോ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒരു നിയോഗം തരികയില്ല. മനസ്സിലാക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവാത്മാവാണ് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, വിശേഷാൽ ഉപവസിച്ച ദൈവസന്നിധിയിൽ ഇരിക്കാനൊക്കെ ഉള്ള ആത്മനിയോഗം നൽകി തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. കർത്തദാസനും സഭയ്ക്കും ആ നല്ല നിയോഗം ദൈവം നൽകി ദൈവദാസനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഉല്ലാസ് മാസ്റ്ററുടെ ഭാര്യ പ്രിയ നിഷ എൻ്റെ നൈബറാണ്. ഞങ്ങള് 82 കാലയളവിൽ നിഷ എൻ്റെ പപ്പായും മമ്മിയൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നത് കത്തോലിക്ക സമുദായത്തിൽ നിന്നാണ്. നിഷയുടെ പപ്പായും മമ്മിയും ആ കാലയളവിലാണ് കരസ്മാറ്റിക് ധ്യാനത്തിലൂടെയാണ് വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ ആ ദേശത്തു നിന്ന് കടന്നു വരുന്നത്. കത്തോലിക്ക പാരമ്പര്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ചു വന്ന ഞങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ പപ്പായുടെ മമ്മിയുടെയും നിഷയുടെ പപ്പായുടെ മമ്മിയുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെ ദേശത്തു നിന്ന് എനിക്ക് തോന്നുന്നു കത്തോലിക്ക സമുദായത്തിന് ആ പള്ളിക്കകത്തു നിന്ന് ആദ്യമായിട്ട് പെന്തക്കോസ്തിലേക്ക് വരുന്ന കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് കർത്താവിന്റെ ദാസൻ നിഷയുടെ പപ്പായും മമ്മിയും എൻ്റെ പപ്പായും മമ്മിയും. അങ്ങനെ ഒത്തിരി എതിർപ്പുകൾ ആ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നു. അവര് ഒത്തിരി പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി അപവാദങ്ങൾ സഹിക്കേണ്ടി വന്നു. എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കത്തോലിക്ക പുരോഹിതനും കൂടിയാണ്. കപ്പൂച്ചനച്ഛന്മാരിൽപ്പെട്ട ഒരു പുരോഹിതനാണ്. അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്നും പിതാവിന്റെ കുടുംബത്തിൽ അവര് 7 ആൺമക്കളിൽ മൂത്തയാളാണ് കപ്പൂച്ചനച്ഛനായിരിക്കുന്ന പുരോഹിതൻ. രണ്ടാമത്തെ ആളിന്റെ പിതാവാണ്. ബാക്കി ഇളയ 5 സഹോദരങ്ങൾ. അങ്ങനെയുള്ള ഒരു സാമുദായിക കെട്ടുറപ്പുള്ള പാരമ്പര്യത്തിനകത്തു നിന്നും ഏകനായി ആ സഹോദരങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ പിൻപറ്റാൻ അറിഞ്ഞിരിച്ചപ്പോൾ ജീവിതത്തിലുണ്ടായ ആ പ്രതിസന്ധികൾ, ഒറ്റപ്പെടലുകൾ, മാനസിക വ്യഥകൾ, അവൻ ചാർച്ചക്കാരെന്നുണ്ടായ ആ പ്രതിസന്ധികൾ, നാട്ടുകാരെന്നുണ്ടായ പ്രതിസന്ധികൾ, ഇതൊക്കെ ഞാനിവിടെ ഇരുന്നപ്പോൾ ചിന്തിപ്പാനിടയായി തീർന്നു. എങ്കിലും അതിന്റെയൊക്കെ നടുവിൽ പതറാതെ നിന്നത് കർത്താവിന്റെ കൃപയൊന്നും മാത്രമാണ്. നിന്നെന്ന് പറയാൻ പറ്റത്തില്ല, ദൈവം നിർത്തിയതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസി കുടുംബമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നല്ലോ. ഇന്ന് തന്ന ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രിയ കർത്താവിന്റെ ദാസിയെ കാണുവാനും ആ ദൈവസ്ഥ എനിക്ക് എൻ്റെ അടുത്ത് വന്ന് എന്നെ അറിയാവുന്നവർ ചോദിച്ചപ്പോൾ എനിക്ക് ആളെ മറന്നുപോയി. വർഷങ്ങൾ ഏകദേശം 40 വർഷങ്ങൾക്ക് പറയില്ല അല്ലെ, 40 വർഷങ്ങൾക്ക് പിറകിലുള്ള ബന്ധമാണ്. സ്തോത്രം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്
എന്ന് പറഞ്ഞപ്പോൾ നിശ്ചയമായി ഞാൻ വിചാരിച്ചു ഇവിടെ കാണും പാസ്റ്ററെ കാണുവാനിടയായി തീർന്നു. കർത്താവിന്റെ ദാസിയോട് കൂടെ കുടുംബത്തോടു കൂടെ ഇങ്ങനെ ഈ കൂട്ടായ്മയിലായിരിക്കാൻ ദൈവം അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഇതുപോലുള്ള ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ഞങ്ങളും കർത്താവിന്റെ സ്നേഹം ലഭിച്ചറിഞ്ഞത്. ഞാൻ ഓർക്കുന്നു ആ കാലയളവിൽ ഓൺലൈൻ ചുപ്രയലുകളും ഉപവാസ പ്രാർത്ഥനകളും ഞങ്ങളുടെ ചർച്ച നടക്കുമ്പോൾ നിഷയുടെ സഹോദരൻ സന്തോഷ്, അദ്ദേഹം കർത്താവിന്റെ വേലയിലാണ്. സന്തോഷ കുടുംബവുമായിട്ട് IPCയോടുള്ള ബന്ധത്തിൽ കർത്തൃവേലയിലാണ്. നിഷയും AG-യോടുള്ള ബന്ധത്തിൽ സ്തോത്രം. വ്യത്യസ്ത സംഘടനയാണ്. ഞാൻ മീഡിയ ചർച്ച കൂടി സ്തോത്രം. ഞങ്ങളെ രാത്രി പപ്പായും അമ്മയും നിഷയുടെ പപ്പായും അമ്മയും അവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോൾ അന്ന് ഞങ്ങളുടെ ദേശത്ത് കറണ്ടില്ല. 43 വർഷങ്ങൾക്ക് പറയുന്ന കാര്യമാണ് പറയുന്നത്. കറണ്ടില്ല, വാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല, നടന്നു വേണം പോകാൻ. കിലോമീറ്ററുകൾ നടന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകണം. ഒരു നദി കടന്നു വേണം പോകാൻ. സ്തോത്രം. അപ്പോ കുഞ്ഞുങ്ങളായ ഞങ്ങളെ കൊണ്ടുപോകത്തില്ല. ഞങ്ങളുടെ ഭവനത്തിൽ നിഷയും സന്തോഷിനെയും അവരുടെ പപ്പ കൊണ്ടുവന്നാക്കും. സന്ധ്യാസമയത്ത് കൊണ്ടുവന്നാക്കിയിട്ട് എല്ലാം കർഷകരാണ്. പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രി യോഗത്തിന് പോവുകയാണ്. ഞങ്ങളുടെ കൊച്ചു ഭവനത്തിനകത്ത് വിശ്രമിക്കുന്നു. കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നിമിത്തമാണ് ആ കാലങ്ങളിൽ കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ ദീർഘനാളുകൾ കഴിഞ്ഞു. എന്നാൽ കർത്താവ് കൃപയാൽ ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷയുടെ അനുഭവങ്ങളിലേക്ക് പിൽക്കാലങ്ങളിൽ നടത്തി യേശുവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കുകയും കർത്താവിന്റെ ദാസിയുടെ കുടുംബത്തിൽ അവർ രണ്ടുപേരും കർത്താവിന്റെ വേലയിൽ കുടുംബമായിട്ടായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. ഞാനാണ് മൂത്ത സഹോദരൻ. എന്റെ ഇളയ 2 സഹോദരിമാരും കർത്തൃവേലയിലാണ്. ഒരാൾ തലശ്ശേരിയിൽ കർത്താവിന്റെ വേലയിലുണ്ട്, ഒരാൾ കോട്ടയത്തും കർത്താവിന്റെ വേലയിലുണ്ട്. സ്തോത്രം. കൃപയാൽ ഞാൻ വിശ്വസിക്കുന്നു ആ പാരമ്പര്യത്തിന്റെയും ആ പള്ളി ആരാധനയുടെയും വിഗ്രഹാരാധനയുടെയും അന്ധവിശ്വാസത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് ആ കാലയളവിൽ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് ഞങ്ങളെ കൊണ്ട് കർത്താവിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അനേകയിടങ്ങളിൽ കൃപയാൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം തരുന്ന മകൻ ഭാഗ്യത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അന്നൊന്നും ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ ഈ ദേശങ്ങളിലൊക്കെ കർത്താവിനെ സാക്ഷീകരിക്കാൻ കഴിയുമെന്നോ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് ഞങ്ങളെ കാലാകാലങ്ങളിൽ അവിടുത്തെ മഹത്വമുള്ള കൃപയാൽ ഈ ദേശങ്ങളിലൊക്കെ രാജ്യങ്ങളിലൊക്കെ പല പട്ടണങ്ങളിലും കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം തന്നിട്ടുള്ള നല്ല അവസരങ്ങളെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സർവശക്തൻ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയാണല്ലോ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തന്ന ഒരു തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 40-ാം സങ്കീർത്തനം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്ക് വായിച്ച ദൈവം ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത, കാത്തിരിക്കുക എന്നുള്ള ഒരു ആത്മീക ചിന്തയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. ആകയാൽ ആ തിരുവചന ഭാഗങ്ങൾ വായിച്ച് ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുടെ വേണ്ടി ഷെയർ ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. 40-ാം സങ്കീർത്തനം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ആമേൻ. ഈ സങ്കീർത്തനം അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ വായിക്കാതെയോ അല്ലെങ്കിൽ വാക്യങ്ങളിൽ കേൾക്കാതെ ഇരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അധികമായി വായിക്കുന്ന വേദഭാഗമാണ് വേദപുസ്തകത്തിലെ സങ്കീർത്തന ഭാഗങ്ങൾ, ഇല്ലയോ? ഏത് സഭായോഗത്തിലും സങ്കീർത്തനം വായിക്കും, ഏത് മരണവീട്ടിലും സങ്കീർത്തനം വായിക്കും, ഏത് വിവാഹ ശുശ്രൂഷയിലും സങ്കീർത്തനം വായിക്കും. കൂടുതൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുന്നതും ഏതാച്ചാ സങ്കീർത്തനം വായിക്കാറുണ്ട്. സങ്കീർത്തനമായിട്ട് നമുക്ക് എന്തോ ഒരു വലിയ ബന്ധമുണ്ട്, അല്ലേ? മറ്റ് ലേഖന ഭാഗങ്ങൾ വായിക്കുന്നതിനേക്കാൾ, പഴയ നിയമത്തിലെ മറ്റ് വേദഭാഗങ്ങൾ വായിക്കുന്നതിനേക്കാൾ നമുക്കെന്തോ ഹൃദയം കൊണ്ട് കുറച്ചുകൂടി അടുപ്പവും കൂടുതൽ വായിക്കുകയും ചെയ്യുന്നത് സങ്കീർത്തനമല്ലായിരിക്കും, അല്ലേ? ആണോ?
അതെ, സങ്കീർത്തന നമ്മൾ കൂടുതൽ വായിക്കാറുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെന്നെ വിളിക്കുകയൊക്കെ ചെയ്യുകയും ആരും കണ്ണടച്ചിരിക്കരുത്, ധ്യാനിച്ചു പോകരുത്. നല്ല അന്തരീക്ഷം, ചെറിയൊരു തണുപ്പുണ്ട്, നല്ല ഫാനാണ്. അപ്പം ആർക്ക് ക്ഷീണമൊന്നും ഉണ്ടാകരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളോട് വ്യക്തിപരമായിട്ടൊക്കെ വിളിച്ച് പേരൊക്കെ വിളിച്ച് എനിക്ക് അറിയാവുന്ന പേരുകളൊക്കെ ഞാൻ വിളിച്ച് നിങ്ങളെ ഉണർത്തി വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറുവാൻ ആഗ്രഹത്തോടെയാണ് ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. അപ്പോ സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് സങ്കീർത്തനം മാത്രം വായിച്ചാൽ പോരാ. പ്രത്യേകിച്ച് നമ്മൾ പുതിയ നിയമത്തിലെ ലേഖന ഭാഗങ്ങൾ കൂടെ വായിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒത്തിരി നമ്മളിൽ ഒത്തിരി കറക്റ്റ് ചെയ്യാറുണ്ട്. നമ്മിൽ ചിലര് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നാളുകളായിട്ടുള്ള അവരുടെ ഒരു ചിന്ത, പെന്തക്കോസ്തിൽ വന്നാൽ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, എന്നാൽ അതോടുകൂടെ എല്ലാം നമ്മൾ ഓക്കെ ആയി, അങ്ങോട്ട് പോകാനുള്ള പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒക്കെ കിട്ടി എന്നാണ് നമ്മുടെ ഒരു ചിന്ത. അങ്ങനെയല്ല. നമ്മിൽ ഒത്തിരി കുറവുകൾ ഉള്ളവരാണ്. ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഒത്തിരി പോരായ്മകളുള്ളവരാണ്, ഒത്തിരി ബലഹീനതകളുള്ളവരാണ്, ഒത്തിരി പാപത്തിന്റെ അംശങ്ങൾ നമ്മിൽ എവിടെയൊക്കെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അത് നമ്മിൽ നിന്ന് തോണ്ടിയെടുത്ത് നമ്മിൽ നിന്ന് പിഴുതു പറിച്ച് പുറത്തു കളയണമെങ്കിൽ പുതിയ നിയമത്തിലെ ലേഖന ഭാഗങ്ങൾ കൂടെ നാം ചേർന്ന് വായിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. ഞാൻ ഈ അടുത്ത വാക്യത്തിൽ നിന്ന് പുതിയ നിയമ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 40-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവഭക്തൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി വെറും ഒരു കാത്തിരിപ്പല്ല, പിന്നെ എന്തുവാ പറയുന്നത്, കാത്തിരുന്നു. ഈ കാത്തിരിക്കുന്നതും കാത്തിരിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഞാൻ ദേവദാസൻ നിവിൻ ദാസോട് പറഞ്ഞു, സ്തോത്രം, ഞാനൊരു 10:30 ആകുമ്പോൾ ഇവിടെ എത്തിച്ചേരും. ദേവദാസൻ രാവിലെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു 10:30 ആകുമ്പോഴത്തേക്ക് എത്തിക്കോളാം, 10 മണിക്ക് യോഗം തുടങ്ങും, 10:30 ആകുമ്പോഴത്തേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 10:30 ആകുമ്പോൾ എത്തിക്കോളാമെന്ന് പറഞ്ഞ് ഞാൻ 11 മണിയായിട്ടും എത്തിയില്ലെങ്കിൽ 10:30 വരെ ദേവദാസൻ കാത്തിരിക്കുകയാണ്, 10:45 വരെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഉള്ള സമയം 11 മണിയാണ്. പാസ്റ്റർ വരുന്നില്ലല്ലോ, പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ആ കാത്തിരിക്കുന്നതിന്റെ അനുഭവമാണ് കാത്തിരിക്കുക. ഞാനിന്ന് ഈ ദൈവവചനം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, വ്യക്തിപരമായി പല പ്രാർത്ഥന വിഷയങ്ങളുമായി ദൈവസ്ഥലത്തിൽ ഇരുന്ന് കാത്തിരിക്കുന്ന ചിലരുടെ പ്രാർത്ഥനയുടെ മറുപടി കർത്താവേ, ഇതിനൊരു വിടുതൽ തരണം, ഇതിനൊരു മറുപടി തരണം, ഇതിനൊരു ഉദ്ധാരണം തരണമെന്ന് ദൈവസ്ഥലത്തിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ നാളുകളായി കാത്തിരിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടി ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടും, നിങ്ങളുടെ കരങ്ങളിൽ വെളിപ്പെടും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടും, നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ നന്നായ കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരുടെ പ്രാർത്ഥിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. അവരുടെ കരം കൂടുതലായി പോയിട്ടില്ല, അവരുടെ കാരണമായി പോയിട്ടില്ല. അവരുടെ കാത്തിരിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദ് എന്ന ദൈവമനുഷ്യനാണെന്ന് നമുക്ക് അതിന്റെ തലക്കെട്ടിൽ കാണാൻ കഴിയും. ഈ ദൈവമനുഷ്യൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാത്തിരുന്നതിന്റെ മറുപടി തനിക്ക് ലഭിച്ചതാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് പറയുകയാണ്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. ആർക്ക് വേണ്ടിയാണ് അവൻ ചാഞ്ഞത്? കാത്തിരിക്കുന്ന
തന്റെ ഭക്തന് വേണ്ടി അവൻ ചാഞ്ഞിറങ്ങി വരുന്ന ദൈവമാണ്. പ്രവാചക പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ആകാശം ചായിച്ച് ഇറങ്ങി വരുന്ന ദൈവമാണ്. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയോ തീവണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയോ മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം ആകാശം കീറി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ആ നിന്റെ അടുക്കൽ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പറയാണ് അവൻ എങ്കിലേക്ക് ചാഞ്ഞു. അവിടെ ഇവിടെ നോക്കിയിരിക്കുന്നവരുടെ നേരെ അല്ല അവൻ ചാഞ്ഞത്, അവങ്കലേക്ക് നോക്കി കാത്തിരുന്ന അവൻ തന്റെ ഭക്തന്റെ അടുക്കലേക്ക് സ്വർഗം ചാഞ്ഞിറങ്ങി വന്നു. ഇതാ ദൈവ മനുഷ്യന്റെ അനുഭവമാണ്. മനസ്സിലാക്കുന്നു? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത് നമുക്കൊരു മാതൃകയാണ്, നമുക്കൊരു മുന്നറിയിപ്പാണ്. ദൈവമേ, മടി കൂടാതെ തളരാതെ ക്ഷീണിക്കാതെ അവങ്കിലേക്ക് നോക്കി കാത്തിരുന്നാൽ എത്ര ഭാരമേറിയ വിഷയമാണെങ്കിലും അതിനൊരു മറുപടി ദൈവം തരാതിരിക്കുകയില്ല. അവൻ എങ്കിലേക്ക്, എല്ലാവരുടെ അടുക്കലേക്ക് ചാഞ്ഞെന്നല്ല, പിന്നെ കാത്തിരുന്ന എങ്കിലേക്ക് അവൻ എന്ത് ചെയ്തു? ചാഞ്ഞു. എന്നിട്ട് കാത്തിരിക്കുന്ന ഭക്തൻ എന്ത് ചെയ്യുക? കുഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുക. അവൻ നിലവിളിയോടുകൂടെയാണ് എന്ത് ചെയ്തത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? വെറുതെ കാത്തിരിക്കുകയല്ല, പിന്നെ നിലവിളിയോടെ വെറുതെ കാത്തിരിക്കുകയല്ലെന്ന്, ഒരു നേരം പോക്കിനല്ലെന്ന്. പ്രാർത്ഥനയല്ലേ? ഒന്ന് പോയി ഇരുന്നേക്കാം. പാസ്റ്റർ എന്ത് വിചാരിക്കും? ഗസ്റ്റ് പാസ്റ്റർ എന്ത് വിചാരിക്കും? ഇന്ന് പല നിലവിളിയോടെ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു മറുപടിയുണ്ട്. ഈ ദൈവദാസനായ ദാവീദിനെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നൊരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട്. ദൈവം പറയുന്ന വാക്യം കേട്ടോ, മനുഷ്യൻ പറഞ്ഞൊന്നുമല്ല. അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള, അതിന്റെ കാരണം എന്താ? പുള്ളിയുടെ സൗന്ദര്യം കൊണ്ടാണോ? അല്ല. പുള്ളിയുടെ പദവി കൊണ്ടാണോ? അല്ല. പിന്നെ എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. മാത്രമല്ല, ഒരു നാണവും ഇല്ലാതെ ദൈവത്തെ അങ്ങ് ആരാധിക്കും. ദൈവസന്നിധിയിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? ആന്റി, നിലവിളിക്കുമായിരുന്നു. എങ്ങനെ കരയുമെന്ന് എഴുതിയിരിക്കുന്ന കുഞ്ഞ് ബൈബിൾ വായിക്കുന്നവനല്ലേ എന്ന് പറഞ്ഞു. എങ്ങനെയാ ദാവീദ് നിലവിളിച്ചുകൊണ്ടിരുന്നത്? എപ്പോഴൊക്കെയെന്നറിയോ? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച്, നീ കരഞ്ഞാൽ നിനക്കൊരു വഴി ദൈവം തുറക്കും. നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരയുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ കണ്ണുനീര് കാണാൻ ഉലകത്തിൽ ആരും ഇല്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, അവൻ നിന്റെ കണ്ണുനീരിനൊരു മറുപടിയുമായി നീ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ നന്നായി ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. നമ്മളൊക്കെ 3 നേരം ഉപവാസം അല്ലെങ്കിൽ 3 നേരമൊക്കെ ആഹാരം കഴിക്കുന്ന ആളുകളെ കുറഞ്ഞത് 3 നേരം. സ്തോത്രം. ദാവീദിന്റെ അവൻ ആത്മീക ആഹാരമാണ് പ്രാർത്ഥന എന്നുള്ളത്. അത് 3 നേരം എന്ത് ചെയ്യാ?
പ്രാർത്ഥിക്കുക. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? കരഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് സ്വതന്ത്രം ചെയ്ത് ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് പ്രത്യേകത എന്നറിയോ? എവിടെ കരയുന്ന ദൈവമക്കളുണ്ടോ അവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നിരിക്കും. ഹൃദയം കഠിനപ്പെട്ടവരുടെ അടുക്കലല്ല ദൈവം ഇറങ്ങി വരുന്നത്, ഹൃദയം നുറുങ്ങിയവരുടെ അടുക്കൽ ദൈവം ഇറങ്ങി വരുന്നത്. പെന്തക്കോസ്തിലായി 10, 30, 40, 50 വർഷങ്ങളൊക്കെ ആകുമ്പോ പലരുടെ ഹൃദയം എന്തിയാന്നറിയോ? കഠിനപ്പെടുക. ദൈവസ്ഥലം കരയാൻ പറ്റത്തില്ല. അവൻ ഹൃദയം മുറുങ്ങണമെങ്കിൽ അവൻ ദൈവസ്ഥലത്തിൽ ആ മുറുങ്ങുന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് കണ്ണ് നിറഞ്ഞൊഴുകുന്നത്. വർഷങ്ങളുടെ പഴക്കങ്ങൾ കൊണ്ട് ഒത്തിരി വചനങ്ങൾ കേട്ടു, ഒത്തിരി തഴക്കവും പഴക്കവും ഒക്കെ ആകുമ്പോ ഹൃദയം കഠിനപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് പല പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നു. നുറുങ്ങിയ ഒരു ഹൃദയം നിനക്കുണ്ടോ? ഇന്ന് സ്വർഗം സമീപസ്ഥനാണ്. ഹൃദയം കഠിനപ്പെട്ടവർക്കല്ല ദൈവ സമീപത്ത്, ഹൃദയം നുറുങ്ങിയവർക്ക് പകൽ ആഴത്തിൽ ആലോചനയായിട്ട് ഇടപെടുന്നു. അവൻ ഹൃദയം കഠിനപ്പെട്ടു പോയി. പലരും കണ്ടും കേട്ടും അനുഭവിച്ചു ഹൃദയം തഴപ്പിച്ചു പോയി. പലരുടെയും പെരുമാറ്റം കണ്ടിട്ട്, പലരുടെയും സംസാരം കേട്ടിട്ട്, പലരുടെയും ജീവിതം കണ്ടിട്ട് എവിടെയൊക്കെ ഹൃദയം തഴപ്പിച്ചു പോയി. ആത്മാവിന് പലർ പറയുന്നു ഒരു ഉണർന്ന ഹൃദയത്തിന് ഉടമസ്ഥനാകട്ടെ. അതിന്റെ പ്രത്യേകത ഏതായിരുന്നു? ദൈവസന്നിധിയിൽ ഇരുന്ന് ഇവിടെ നോക്കിയേ, ശൗല് കുന്തമെടുത്ത് ദാവീദിനെതിരെ ചെയ്യുമ്പോഴും അവൻ ശൗലിന്റെ ഈ മൃഗീയമായ പ്രവർത്തികളൊന്നും കണ്ടിട്ട് തന്റെ ഹൃദയം എന്ത് ചെയ്തില്ല. ഞാനൊന്നും കൂടെ ആത്മമണ്ഡലത്തിൽ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ ആകാത്ത പ്രവർത്തികൾ കണ്ടിട്ടും, ആകാത്ത വാക്കുകൾ കണ്ടിട്ടും, ആകാത്ത ദുര്യോധന നടത്തിയിട്ടും, ആകാത്ത കൂട്ടുകെട്ടുകൾ നടത്തിയിട്ടും ദാവീദിന്റെ ഹൃദയം തണുപ്പിച്ചു പോയില്ല. അവൻ അവിടെ ഇവിടെയൊക്കെ ദൈവകൃപ നഷ്ടപ്പെട്ട പലരുടെയും ജീവിതം കാണുമ്പോൾ, പലരുടെയും അനുഭവങ്ങൾ കാണുമ്പോൾ ഹൃദയം തഴപ്പിച്ചു പോകരുത്, ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. ദാവീദിനെ പോലെ ആ കാൽക്കൽ വീണ് കിടക്കില്ല. സങ്കടം ബോധിപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോടെ. ഒന്നാമത്തെ ഇസ്രായേലിന്റെ രാജാവാകുന്ന ശൗലിന്റെ ഹൃദയം കഠിനപ്പെട്ടു. സ്തോത്രം. അവന് ഈ പ്രാർത്ഥനയോട് വലിയ താല്പര്യമില്ല. ദൈവം അവനെ രാജാവാക്കിയത്, പക്ഷെ അതൊന്നും അവൻ ഓർക്കാതെ, ദൈവം കൊണ്ടുവന്ന വഴികളോ ദൈവം ഉയർത്തിയ വിധങ്ങളോ ഒന്നും ഓർക്കാതെ അവനിൽ തന്നെ ആശ്രയിച്ച്, അവന്റെ സൈന്യബലത്തിൽ ആശ്രയിച്ച്, അവന്റെ കുടുംബത്തിൽ ആശ്രയിച്ച്, അവന്റെ പണത്തിൽ ആശ്രയിച്ച് അവൻ ദൈവത്തെ മറന്ന് ഹൃദയം കഠിനപ്പെട്ടവനായി മുമ്പോട്ട് പോയപ്പോൾ ദാവീദിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടേയിരുന്നു. ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന ദാവീദിന്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കി, എന്റെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദൈവത്തെ നന്നായി ആരാധിക്കുന്നത്. ദൈവമായി ആഴമേറിയ ബന്ധമുള്ള ദൈവപൈതൽ തിരിച്ചറിയാൻ കഴിയും. അവൻ ഞാൻ കൊടുക്കുന്ന മറ്റെന്തിനേക്കാൾ ദൈവത്തിന് പ്രസാദം, ഞാൻ കൊടുക്കുന്ന കാളയേക്കാൾ, ഞാൻ കൊടുക്കുന്ന മൂരിയേക്കാൾ, ഞാൻ കൊടുക്കുന്ന ആട്ടുകൊറ്റനേക്കാൾ, ഞാൻ കൊടുക്കുന്ന പ്രാവിൻ കുഞ്ഞിനേക്കാൾ എന്റെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ ആരാധനയാണ്. ഇന്ന് പകൽ ലോകത്തിൽ മറ്റൊന്നും കൊണ്ട് നമ്മുടെ ദൈവത്തെ അവൻ പ്രീതിപ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അതരം തുറന്ന അവൻ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവന്റെ ആരാധനയിൽ ഇറങ്ങി വരുന്നവനാണ് ദൈവം. ശ്രദ്ധിച്ചാലറിയാം, ഈ ദാവീദിനുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ദാവീദിന്റെ ഭാര്യയ്ക്കില്ലായിരുന്നു. ദാവീദ് ഇങ്ങനെ യഹോവയുടെ പെട്ടകത്തിന് മുമ്പ്, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയം
നുറുങ്ങിയ ദൈവ മനുഷ്യർ ഈ പെട്ടകമൊക്കെ കണ്ടപ്പോഴത്തേനും പുള്ളിയുടെ സ്ഥാനവും മാനവും ഒക്കെ പദവിയൊക്കെ മറന്നു. ഓ രാജവസ്ത്രമൊക്കെ ഉരിഞ്ഞു മാറ്റി വെച്ചിട്ട്, കിരീടമൊക്കെ മാറ്റി വെച്ചിട്ട് ആ പെട്ടകത്തിന് മുമ്പിൽ ഒരു പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ചു താൻ എന്ത് ചെയ്യാന്നറിയോ? നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. ഇത് കണ്ടപ്പോ തന്റെ ഭാര്യയാകുന്ന മീകളൻ എന്തോ തോന്നി, ഇങ്ങനൊക്കെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ നിലവാരമില്ലാത്ത കളിയൊന്നും കുറച്ച് മാന്യതയോടുകൂടെ ഒക്കെ വേണ്ട ആരാധിക്കാൻ. സ്തോത്രം. ഇങ്ങനെ ഒരു മര്യാദ വിട്ടൊക്കെ ആരാധിക്കാവോ? ഈ പുള്ളി ഡാൻസ് ചെയ്യുക, രാജാവാണെന്നുള്ള പദവിയൊക്കെ മറന്ന് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ എന്ത് ചെയ്യുക? നൃത്തം ചെയ്യുക. കുതിച്ച നൃത്തം ചെയ്യുന്നത്. ഇത് മീകളിനങ്ങ് തീരെ പിടിച്ചില്ല. മീകൾ ദാവീദിനെ നിന്ദിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കറിയാം, മീകളിന് ദൈവത്തിന്റെ ഒരു കോപം മീകളിന്റെ മേൽ വന്നു, ഒരു ശാപം മീകളിന്റെ മേൽ വന്നു. എന്താ വന്നേ? എന്തോ മീകളിന് സംഭവിച്ചെന്നറിയോ? ജീവപര്യന്തം നിങ്ങൾ കേൾക്കണം, രാജതലമുറകളെ ജനിപ്പിക്കേണ്ട മീകളിന്റെ ഉദരത്തെ ദൈവം അടച്ചിടണം. അവർ ചെയ്ത പാപം എന്താണെന്നറിയോ? രാജതലമുറയെ ജനിപ്പിക്കേണ്ട മീകൾ. അവർക്ക് പറയാം, ഇതെന്റെ തലമുറയാണെന്ന്, രാജതലമുറയാണെന്ന് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്ക് ജന്മം നൽകേണ്ട മീകളിന്റെ ഉദരത്തെ ദൈവം അടച്ചു കളഞ്ഞു. എന്നാ കേട്ടോണം, ആരാധിച്ച ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, 2 ശമൂവേൽ 7-ാം അധ്യായം 1-ാം വാക്യം, അവൻ താൻ പറയും തന്റെ അനുഭവം. ഹല്ലേലൂയ. 2 ശമൂവേൽ 7-ാം അധ്യായം 1-ാം ദാവീദ് പറയുന്ന വാക്കാണ്, യഹോവ എന്റെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. ഒന്ന് കരമുയർത്തി ദൈവത്തോട് സ്തോത്രം ചെയ്യാമോ? എനിക്ക് എന്റെ അനുഗ്രഹത്തെ തടയാം, എനിക്ക് എന്റെ അനുഗ്രഹത്തെ കൈനീട്ടി എന്ത് ചെയ്യാം? പ്രാപിക്കാം. തടയാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, മീകളെ ചെയ്ത പോലെ ചെയ്താൽ മതി. ഈ മീകൾ ആരാന്നറിയാമോ? ശൗലിന്റെ മകളാണ്. ആരുടെ മകൾ? ശൗലിന്റെ മകൾ. ആരാധനയെ കുറിച്ച് വെളിപ്പാടില്ലാത്തവന്റെ മകളായത്, ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവന്റെ മകളായത്, ദൈവമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടവന്റെ മകളായത്, ദുരാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ശൗലിന്റെ മകളായത്. അവർക്കറിയാമോ ഈ ആരാധനയുടെ ഗൗരവം? അവർക്കറിയാമോ ഈ ആരാധനയുടെ മാഹാത്മ്യം? അവൾ വായിക്കുമെന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ നിന്ദിക്കുന്ന, ആരാധിക്കുന്നവനെ നിന്ദിക്കുന്ന മീകളിൽ ലഭിച്ചത് അവിടെ ഉദരത്തെയും അടച്ചു കളഞ്ഞപ്പോൾ ആരാധിച്ചവനെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ ഞാൻ കളഞ്ഞു തരാം. ഇന്ന് പകൽ കർത്താവിന്റെ സ്ഥലത്തിൽ ലജ്ജ കൂടാതെ അവനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് ഈ പ്രാർത്ഥനയുടെ 3-ാം ദിനം പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വിരോധമായി പാളയമിറങ്ങിയ നിന്നേക്കാൾ പ്രബലതയുള്ള ശത്രുക്കളെ ഇന്ന് പോലെ കീഴടക്കാൻ അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഇതുപോലെ നിങ്ങളെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ചു ദൈവത്തോട് സ്തോത്രം ചെയ്യട്ടെ. ഈ
ഇന്ന് പകരം ദൈവം അത് ഈ ജനത്തിന് കൽപ്പിച്ചാക്കുകയാ. ലജ്ജകൂടാതെ നാണമില്ലാതെ അവൻ ഇടമോ വലമോ നോക്കാതെ മുൻപും പിന്നും നോക്കാതെ അവൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമായത് നിനക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുകയാണ്. ദാവീദിന്റെ സൈന്യബലം കൊണ്ടല്ല ചുറ്റുമുള്ള ശത്രുക്കളെ കീഴടക്കിയത് അല്ല. പരിശുദ്ധാത്മാവ് ആ വേദഭാഗത്ത് എഴുതിയിരിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഈ മനുഷ്യൻ യഹോവയുടെ പെട്ടകത്തിന് വലിയ പ്രാധാന്യത കൊടുത്തു. ഒന്ന് നമ്മൾ പറയാം, ദൈവ സാന്നിധ്യത്തിന് വലിയ പ്രാധാന്യത കൊടുത്തു. ദൈവ സാന്നിധ്യത്തിന് പ്രാധാന്യത കൊടുത്ത, ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിന് പ്രാധാന്യത കൊടുത്ത ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. നീ ഇനി നിന്റെ കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യണ്ട. എന്നോട് ദൈവമ്മ പറയുന്നു, ദൈവത്തെ മനസ്സറിഞ്ഞ് ആരാധിക്കുന്ന ദൈവമല്ലേ, നിന്റെ ഭാരമേറിയ വിഷയങ്ങൾ ഇന്ന് സ്വർഗം ഏറ്റെടുക്കുകയാ. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, നിനക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിഷയങ്ങൾ, നിന്നെ ഇല്ലാതാക്കുമെന്ന് വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് സ്വർഗം ഏറ്റെടുക്കുക. മരുന്നിന് കഴിയാത്തത്, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത്. സ്വോത്രം 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 സ്വോത്രം. ഈ അഭിഷേകത്തിന് നിലവിലുള്ള പ്രാർത്ഥനയ്ക്ക് അസാധാരണ സൗഖ്യങ്ങളെ കൊണ്ടുവരാൻ കഴിയും കേട്ടോ. അസാധാരണ സൗഖ്യങ്ങളെ കൊണ്ടുവരാൻ കഴിയും. വെറുതെ ബുദ്ധിമുട്ടുള്ള പ്രാർത്ഥനയല്ല, പരിശുദ്ധാത്മാവിന്റെ നിലവിലുള്ള പ്രാർത്ഥനയ്ക്ക് അസാധാരണ വിടുതലുകളെ കൊണ്ടുവരാൻ കഴിയും. അവൻ മെഡിക്കൽ സയൻസ് കൈവിട്ട കേസുകൾ പ്രാർത്ഥനയിൽ അത്ഭുതകരമായി സൗഖ്യമാകും. നമ്മുടെ ഞാൻ പറയുന്നു, എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പലതിനകത്തുണ്ട്. ഈ വചനമേറ്റെടുക്കുന്ന ദൈവമേ, നിന്റെ ശരീരത്തിൽ നീ കൂടെ കൂടെ അനുഭവിക്കുന്ന ആ രോഗത്തിന്റെ കെടുതികൾ ഇന്ന് പരാധികാരമാണ് യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് നിന്റെ ശരീരം സൗഖ്യമാകുക. നമ്മൾ വായിക്കുമ്പോൾ ദാവീദിന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ ദൈവം അവന് അടക്കിക്കൊടുത്തു, കീഴടക്കിക്കൊടുത്തു. ആമേൻ. ദൈവം കീഴടക്കിയ പിന്നെ ചടിക്കുകയല്ല കേട്ടോ. നിനക്കെതിരെ വാപിനെ തുറക്കുകയാണ്, ആ കൈവിനെ നിനക്കെതിരെ ചടിക്കുകയാണ്. അവരെത്ര പ്രബലരാണെങ്കിലും, എത്ര കൈത്തുറ്റവരാണെങ്കിലും, അഭിഷേകമുള്ള നിനക്ക് നേരെ ഇനി അത് ചലിക്കാൻ കഴിയത്തില്ല. ദൈവം ജനതയെ അടക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇവിടെ ആരാധന നടക്കുമ്പോഴാണല്ലോ ഞാൻ കയറി വന്നത്. പരിശുദ്ധാത്മാവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കാൻ ഇടയായിട്ടുണ്ട്. ദൈവദാസനോടുള്ള ബന്ധത്തിനാണ്, മിനിസിനോടുള്ള ബന്ധത്തിനാണ് ഞാൻ കണ്ടത്. ആ ദൈവദാസൻ ഇങ്ങനെ കൈവിട്ടു പോയ, അന്യാധീനപ്പെട്ടു പോയ ചില മുത്തുകളെ താൻ ഒത്തിരി കഷ്ടപ്പെട്ട് പല ഇടങ്ങളിൽ നിന്നും പൊറുക്കി ഒരുമിച്ച് കൂട്ടുന്ന ഒരു വെളിപ്പാട് ദൈവത്തിനാണ്. അത് ഈ സഭയിൽ സംഭവിക്കും. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി ചിലതിനെ കർത്തദാസൻ ഒത്തിരി ത്യാഗം സഹിക്കുന്നുണ്ട്. അവൻ ഒത്തിരി അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ആ പ്രയത്ന ഫലമായിട്ട് വിലപ്പെട്ട മുത്തുകളാണ്, വിലയേറിയ മുത്തുകളാണ്. താൻ കുനിഞ്ഞു നിന്ന് അത് പൊറുക്കി ഒരു മനോഹരമായ പാത്രത്തിൽ കൂട്ടി വെക്കുന്ന ഒരു വെളിപ്പാട് ദൈവം കാണിച്ചു. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് അത് പറയണമെന്ന് വീണ്ടും എന്റെ ഉള്ളിൽ നിയോഗം തന്നതുകൊണ്ട് ഞാൻ ആത്മാവിൽ നിന്ന് പറയുന്നു. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ കാലയളവ് എനിക്കറിയില്ല, ചിലതിനെ ദൈവമോ ചേർത്ത് പണിതിരിക്കും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം ചെയ്യട്ടെ. ഈ പ്രാർത്ഥന കേട്ടോ. ഇത്
ഒരു തുടക്കം മാത്രമാണ്. ഈ ആത്മസാന്നിധ്യം ഈ സഭയുടെ ഒരു തുടക്കം മാത്രമാണ്. അവനൊരു വിശാലത ദൈവത്തിന്റെ ആത്മാവ് സഭയ്ക്ക് നൽകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുടെ സ്തോത്രം ചെയ്യട്ടെ. കഷ്ടപ്പെട്ടപ്പോൾ ചിലത് ദൈവസഭയുടെ മടങ്ങി വരുമെന്ന് ഇന്നലെ ആത്മാവ് ദൂതുപറയുകയാണ്. ഹല്ലേലൂയ. Thank you Jesus. ദാവീദിന്റെ പ്രത്യേകത, അവൻ ലജ്ജ കൂടാതെ നാണമില്ലാതെ ദൈവത്തെ നന്നായി ആരാധിക്കും. മാത്രമല്ല, അവൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് ദാവീദേ, അങ്ങയുടെ ഉയർച്ചയ്ക്കുള്ള കാരണം എന്താ? ദാവീദ് പറയും, ഈ രണ്ട് കാരണമാണ്. ഒന്ന്, എന്റെ നിരന്തരമായുള്ള കണ്ണുനീരും പ്രാർത്ഥനയും. രണ്ട്, എന്റെ ദൈവത്തിന് മുമ്പിലുള്ള എന്റെ ഭക്തിയോടുകൂടിയ ആരാധന. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ആരാധിക്കുന്നവന്റെ അതിരുകളെ ദൈവം വിശാലമാണ്. ആരെങ്കിലും ആരാധിക്കുകയല്ല, ആരാധനയ്ക്ക് യോഗ്യനായവരെ ലജ്ജകൂടാതെ ആരാധിക്കുന്നവന്റെ അതിരുകൾ അനുദിനം വിശാലമായിക്കൊണ്ടേയിരിക്കും. ആരാധനയെ നിന്ദിക്കുന്നവരുടെ അവസ്ഥ കെട്ടപ്പെട്ടതായി മാറും. അറിയാം. സ്തോത്രം. ഞാൻ ആരാധിച്ച എന്റെ ഭർത്താവിനെ എന്ത് ചെയ്തതാ? നിന്ദിച്ചതാ. രാജതലമുറ ജനിക്കേണ്ട എന്റെ ഉദരം അടക്കപ്പെട്ടു പോയി. സ്തോത്രം. ഞാൻ ദൈവമക്കളോട് പറയുന്നു, നമ്മുടെ നന്മ നാം നിമിത്തം എന്ത് ചെയ്യരുത്? അടയപ്പെട്ടു പോകരുത്. സ്തോത്രം. നമ്മുടെ അവിവേക നിമിത്തം ഒരു നന്മയും അടയപ്പെട്ടു പോകരുത്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്താല് ആരാധിക്കുന്നവനെയോ ആരാധിക്കുന്ന ദൈവദാസനെയോ ആരാധിക്കുന്ന ദൈവപൈതലെയോ ഒരു വാക്കുകൊണ്ട് പോലും എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്. വന്നിച്ചില്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ? വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. വളരെ ശ്രദ്ധിച്ചോ. പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസ്ഥലത്ത് നെടുമ്പാട് വീണ് കിടക്കുന്ന, ദൈവസ്ഥലത്തിൽ കരയുന്ന ഒരു ദൈവപൈതൽ ആരുമാകട്ടെ, രോഗപ്രകാരം കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്തവരാണെങ്കിലും അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണോ, അവർ ദൈവസ്ഥലത്തിൽ കണ്ണുനീർ ഒഴുക്കുന്നവരാണോ, അവരെ നിന്ദിക്കരുത്. അവരോട് ചേർന്ന് ആരാധിപ്പാൻ കഴിയുമോ? ഒരനുഗ്രഹത്തിന് പകർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തോട് നിരന്തരം കരയുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ ലജ്ജ കൂടാതെ ആരാധിക്കുകയും ചെയ്യുന്ന ആ ദൈവ മനുഷ്യൻ എഴുതിയ സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു. 2, എന്റെ നിലവിളി കേട്ടു. എന്നിട്ട് ഓ ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ദൈവ മനുഷ്യൻ പറയുകയാണ്, ഞാൻ കാത്തിരുന്ന സ്ഥലം. 2, ഞാൻ നിലവിളിച്ചോണ്ടിരുന്ന സ്ഥലം എവിടെയായിരുന്നു? നാശകരമായ കുഴിയിൽ. 2, കുഴഞ്ഞ ചേറ്. ഈ ദൈവം ഉയർത്തിയാലും നോക്കണേ, ദൈവം ഉയർത്തിയാൽ എവിടുന്നാണ് ഉയർത്തിക്കൊണ്ട് വന്നതെന്ന് പറയാൻ പലർക്കും നാണക്കേടാ. ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലായോ? ദൈവം ഉയർത്തിക്കൊണ്ട് വന്നാൽ ആ ഉയർച്ചയിൽ എത്തിക്കഴിയുമ്പോൾ എവിടെ നിന്നാണ് ദൈവം ഉയർത്തിയതെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജ കൂടാതെ പറയാൻ പലർക്കും മടിയാണ്. പക്ഷെ ദാവീദ് പറയുക, എന്നെ അവൻ ഉയർത്തിയത് ഞാൻ എവിടെയായിരുന്നു എന്ന് താൻ തുറന്നു പറയുക. എവിടെയായിരുന്നു? എന്റെ അവൻ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ പ്രാപ്തി കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല. ഞാൻ ഇരുന്ന സ്ഥലം, ഞാൻ കിടന്ന സ്ഥലം, ഞാൻ ആയിരുന്ന സ്ഥലം എവിടെയാ? കുഴഞ്ഞ ചേറ്. കണ്ടോ? കുഴഞ്ഞ ചേറ്, നാശകരമായ. എന്താ ഈ കുഴഞ്ഞ ചേറിന്റെ പ്രത്യേകത? എന്താ പറയാ? കുഴഞ്ഞ ചേറിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ
ശരിയാ അല്ലേ? സാജ എന്താ ഈ കുഴഞ്ഞ ചേർന്ന പ്രത്യേകത പറഞ്ഞു? എന്താ വെച്ചാ കയറി വരാൻ വലിയ പ്രയാസം. അങ്ങനെയല്ല ആന്റി? ഒരു കാലം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് മറ്റേ കാലം എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ കാലം എന്ത് ചെയ്യും? ഒരു വിധത്തിലും ഒരു മുന്നേറ്റമില്ലാത്ത അവസ്ഥയാണ് ഏത്? കുഴഞ്ഞ ചേർ. ഒരു ചെളിയാണെങ്കിൽ എങ്ങനെയും ഒക്കെ തത്തിപ്പിടിച്ച്, പക്ഷെ ചേറാണെങ്കിലോ അല്ലെ പെൻസി കേറി പറ്റാൻ വലിയ പാടാണ്. സ്വോത്രം 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 സ്വോത്രം. എവിടുന്ന? കുഴഞ്ഞ ചേറ്റിനകത്തുനിന്ന് കര കയറാൻ വലിയ പാടാണ്. സ്തോത്രം. ഈ കുഴഞ്ഞ ചേറ്റിനകത്തോട്ട് ആരും ഇറങ്ങി വരത്തുമില്ല. എല്ലാവരും പറയും എന്താ പറയും ഇവൻ ഇനി രക്ഷപ്പെടത്തില്ല. ഈ ചേറിനകത്തുനിന്ന് ഇവന്റെ കുടുംബം ഈ അവസ്ഥയിൽ നിന്നും, ഈ കടഭാരത്തിൽ നിന്നും, ഈ രോഗത്തിൽ നിന്നും, ഈ ശാപത്തിൽ നിന്നും ഇവൻ ഒരിക്കലും, എല്ലാവരും കൂടെ നോക്കണേ, നെഗറ്റീവ് പറഞ്ഞ് ഇവനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇവൻ ഇവിടെ കൊണ്ട് അസ്തമിച്ചെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കി കണ്ണുനീരോടെ നിലവിളിച്ച ഭക്തൻ പറയുക, ആരും സഹായിപ്പാൻ എന്റെ അടുക്കൽ വരാതിരിക്കുമ്പോൾ, ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ നീ ഒരു കുഴഞ്ഞ അവസ്ഥയിലാകുമ്പോൾ പലരും നിന്നെ നോക്കി നീ ഗതി പിടിക്കുക, ഇവൻ ഇനി രക്ഷപ്പെടത്തില്ല, ഇവന്റെ തലമുറയിൽ അവൻ മുൻപോട്ട് പോകത്തില്ലെന്ന വിധി എഴുതുമ്പോൾ അതിന്റെ നടുവിൽ നിന്നോ ആർക്കും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു കരം ഇന്ന് പകലിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുമോ? ആ കരം വല്ലഭമായ കരമാണ്. സാഹചര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ കിടന്ന സ്ഥലം, ഞാൻ ഇരുന്ന സ്ഥലം, ഞാൻ നിന്ന സ്ഥലം, ഞാൻ ആയിരുന്ന സ്ഥലം ഏതാ? നാശകരമായ കുഴി. അവിടെ കിടന്നോണ്ട് ഇങ്ങോട്ട് നോക്കി, ഇതെന്റെ വിധിയാണെന്നൊന്നും പറഞ്ഞില്ല. ആരെ ദ്രാഗി, ആർക്കെതിരെ പള്ളു പറഞ്ഞില്ല. ആമേൻ. അവരെ മുഖാന്തരം ഞാൻ ഇവിടെ ആകാനുള്ള കാരണമൊന്നും നമ്മളങ്ങനെ ചെറിയ വിഷയം വരുമ്പോഴത്തേക്ക് പിന്നെ ആർക്ക് നേരെ തിരിയും? കൂടെയുള്ള കൂടപ്പുറപ്പുകൾക്ക് നേരെ തിരിയും. അയാള് കാരണം ഞാനിവിടെ, അവര് മുഖാന്തരം ഞാൻ ഈ അവസ്ഥയില്. പക്ഷെ ദാവീദ് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ്. ഏത് കുഴഞ്ഞ ചേറിലും, ഏത് നാശകരമായ കുഴിയിലും നീ ആയിക്കോട്ടെ, അവിടെ നിന്നും നിന്നെ കൈപിടിച്ചുയർത്താൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ കഴിവുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാൻ മനസ്സുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പനെയോ അമ്മായിയപ്പനെയോ വീട്ടുകാരെയോ ചർച്ചക്കാരെയോ സഹോദരങ്ങളെയോ കൂട്ടുവിശ്വാസികളെയോ പാസ്റ്ററെയോ ഒന്നും കുറ്റം പറയണ്ട. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്താൻ നിനക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ തന്ന ഒരുവനുണ്ട്.
വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. കുറ്റം പറയാതെ ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആ ദൈവ മനുഷ്യൻ ചെയ്തതുപോലെ ഞാൻ യഹോവയ്ക്കായി എവിടെയായിരുന്നു കുഴഞ്ഞ നാശകരമായ അതിന്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്തു? കാത്ത് കാത്ത്. അടുത്ത വാക്യം അതിന് തൊട്ട് മുകളിൽ വാക്യം ചേർത്ത് അവൻ എന്നെ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതെന്നോടുള്ള പ്രവചന ദൂതെന്ന് വിശ്വസിക്കുന്നവർ ഞാൻ ആർക്കു വേണ്ടി കാത്തിരുന്നു അവൻ എന്റെ കയ്യിൽ കയറി അങ്ങ് ലോകത്തിൽ ആരെല്ലാം കൈവിട്ടാലും ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളാം. പണം കയ്യിലുണ്ടെങ്കിൽ പലരും നമ്മളെ എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും, അല്ലെ? ആരോഗ്യമുണ്ടെങ്കിൽ നമ്മളെ പലരും ചേർത്ത് പിടിക്കും. സൗന്ദര്യമുണ്ടെങ്കിൽ പലരും നമ്മളെ ചേർത്ത് പിടിക്കും. സൗകര്യമുണ്ടെങ്കിൽ പലരും നമ്മളെ ചേർത്ത് പിടിക്കും. നാം ആരോഗ്യമില്ലാതാകുമ്പോൾ, പണമില്ലാതാകുമ്പോൾ, സൗകര്യമില്ലാതാകുമ്പോൾ, കഴിവില്ലാതാകുമ്പോൾ പലരും നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്റെ ദൈവത്തിന്റെ സ്വഭാവം, അവൻ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ബലഹീനയാകുമ്പോൾ, നിന്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ, നീ ആർക്കും വേണ്ടാത്തവനാകുമ്പോൾ, നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നത് ദൈവമല്ലോ. യേശുവിന്റെ മഹത്വം, എന്റെ യേശുവിന്റെ മഹത്വം, എന്റെ യേശുവിന്റെ മഹത്വം, എന്റെ യേശുവിന്റെ മഹത്വം. അവൻ ഇറങ്ങി വന്നു, എന്റെ കരത്തിൽ അവൻ പിടിച്ചു. എന്നിട്ട് കരമുയർത്തി ദൈവത്തോട് സ്തോത്രം ചെയ്താട്ടെ. ഇന്നലെ എവിടെയായിരുന്നു? ചേരനകത്ത്. ഇന്നെവിടെയാ? വിശ്വസിക്കുന്ന ദൈവത്തോട് സ്തോത്രം ചെയ്താട്ടെ. ഒരു മാറ്റം വരുത്താൻ പോവാ ദൈവജനങ്ങൾക്ക്. ഇതുവരെ ആയിരുന്ന ആ ചേറിൽ നിന്ന് സർവശക്തനായ ദൈവം കൈപിടിച്ച് നിന്നെ ഉയർത്തി. ഇനി നിർത്താൻ പോകുന്നത് ചെളിക്കകത്തല്ല, ചേറിനകത്തല്ല, മണ്ണിനകത്തല്ല. അവൻ ഈ വരാത്ത പാറമേ അവൻ നിന്നെ നിർത്തുന്ന ദൈവമാണ്. ഇപ്പൊ ഈ ഭക്തൻ നിൽക്കുന്ന എവിടെയാ? Oh my God. കൈ പിടിച്ച് ഉയർത്തിയേച്ച് പാറമേൽ നിർത്തിയേച്ച് വെറുതെ വിടില്ല. എന്റെ ഗമനത്തെ വാക്കി എന്റെ വായിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ചേറിനകത്തുള്ള അവസ്ഥ എന്തായിരുന്നു? ചേറിനകത്തുള്ള അവസ്ഥ എന്തായിരുന്നു? സംഗീതകാരൻ പറയുന്നുണ്ട്, അവിടെ എന്താണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്? കരച്ചിൽ. ഇവിടെ നോക്കി, ചേറിനകത്ത് മുഴുവൻ നിലവിളിയായിരുന്നു, കരച്ചിലായിരുന്നു. പാറമേലോ സ്തോത്രം ചെയ്തേ. സ്തുതി മാറിയോ? മാറ്റുമോ? മാറ്റും. മാറുമോ? മാറും. പക്ഷെ അവങ്കിലേക്ക് നോക്കണം. ലോകത്തിലെ ഏതെങ്കിലും ഭൗതിക ധനമുള്ള ഒരു ധനാഢ്യനിലേക്കല്ല നിന്നെ ഉയർത്തിയ. ഞാനാണ് നിന്നെ ഉയർത്തിയതെന്ന് നാട് നീളെ വിളിച്ചു പറയാണ്. മനുഷ്യൻ തന്നിട്ടാണെങ്കിൽ തന്ന നാട് നീളെ നോക്കി, നാട് നീളെ ചിലർ എങ്ങനെയല്ലേ വല്ലതും കൊടുത്തിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ ഒന്നും കാര്യമല്ല. വല്ലതും കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഞാൻ കൊടുത്തത് കൊണ്ടാണ് ജീവിച്ചത്, ഞാൻ കൊടുത്തത് കൊണ്ടാണ് വീട് വെച്ചത്, ഞാൻ കൊടുത്തത് കൊണ്ടാണ് വണ്ടി മേടിച്ചത്, ഞാൻ കൊടുത്തു. നാളെ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ ദൈവം തന്നുണ്ടല്ലോ. മനസ്സിലാക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തവരെ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുന്നു, തന്നാൽ ഇരിച്ചെവി അറിയാതെ
മറ്റാർക്കും മഹത്വം കൊടുക്കാതെ നിന്നെ ഉയർത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഇന്നലെ വരെ കുഴഞ്ഞ ചേറി, ഇപ്പൊ നിൽക്കുന്ന എവിടെയാ? അവിടെ നിന്നപ്പോ എല്ലാം കരച്ചിലായിരുന്നു എന്നും കരച്ചിൽ. പക്ഷെ പാറയുടെ മുകളിൽ സ്വർഗം കൈപിടിച്ച ഉയർത്തി ഇപ്പൊ കൊടുത്തു പുതിയ. അത് കരവേർത്ത ദൈവത്തിന് സ്തോത്രം. Oh my God, hallelujah. ഇപ്പൊ ദാവീദിന്റെ യാതനത്തിലെന്താ? Oh my God, hallelujah. ദാവീദിന് പുതിയ പാട്ട് അല്ലേ? ദാവീദിന്റെ ഓരോ സങ്കീർത്തനവും ഓരോ പുതിയ. നമ്മൾ ഈ പഴയ പാട്ട് പാടുന്നത് നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പുതിയ പാട്ടിനോട് വലിയ കമ്പ. ഭക്തന്മാരുടെ അനുഭവങ്ങൾ അല്ലേ? പുതിയ നിയമത്തിൽ അവൻ പുതിയ ഭക്തന്മാരുടെ അനുഭവങ്ങളിൽ ദൈവം അവർക്ക് കൊടുത്ത നല്ല നല്ല മനോഹരമായ വരികൾ, അത് നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കണം. ആമേൻ. ഇപ്പോ ദാവീദിന്റെ വായിൽ ഓരോ ദിവസവും ഈ പാറമേൽ നിൽക്കുന്ന ഭക്തന്റെ വായിൽ പുതിയ 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 പാട്ടുകൾ. ഭക്തൻ അത് പാടി തന്നെ ഉയർത്തിയ ദൈവത്തെ എന്ത് ചെയ്യുക? ഹല്ലേലൂയ. നാം ഇന്നലകളിൽ എവിടെയായിരുന്നുവോ അവിടെ നിന്ന് ഉയർത്തി നമ്മെ ഉറപ്പിച്ചു നിർത്താൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആർക്ക് വേണ്ടിയായി ഇതെല്ലാം സംഭവിക്കുന്നറിയാമോ? കാത്ത് കാത്ത് കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ സ്തുതിക്ക് ദൈവം മാറ്റം വരുത്തിയിരിക്കും. കാത്ത് കാത്തിരിക്കുക, കാത്ത് കാത്തിരിക്കുക. ഫിലിപ്പി ലേഖനത്തിലേക്ക് നമുക്ക് വരാം. ഫിലിപ്പി ലേഖനം അതിന്റെ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. കേട്ടോണേ, ഇവിടെ പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതിയ അതിമനോഹരമായ ഒരു ലേഖനമാണ് ഫിലിപ്പി ലേഖനം. ഈ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ഫിലിപ്പിലുള്ള ദൈവമക്കളോട് പറയുകയാണ്. 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ നമ്മുടെ പൗരത്വമോ നമുക്ക് ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ചില ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. 17 മുതലുള്ള വാക്യം, 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം. സഹോദരന്മാരെ, പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ. എന്തൊരു ജീവിതമുള്ള ഒരു ദൈവദാസൻ അല്ലേ? അല്ലേ? നിങ്ങളെല്ലാവരും സ്തോത്രം. എത്ര ഉറപ്പായ വാക്കാ ദൈവദാസൻ പറയുന്നത്. നിങ്ങളെല്ലാവരും എന്നെ. പൗലോസ് പറയുക, കർത്താവിനെ അനുകരിപ്പിൻ എന്നല്ല, പിന്നെ എന്നെ അനുകരിപ്പിൻ. എന്നിട്ട് അടുത്ത വാക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം. ശ്രദ്ധിക്കണേ, പൗലോസ് പറയാ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ മാത്രമേ എന്ത് ചെയ്യാവൂ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കാത്ത ഒത്തിരി പാസ്റ്റർമാരുണ്ടാകും, ഒത്തിരി വിശ്വാസികളുണ്ടാകും. പൗലോസ് പറയുക, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച ഒരു മാതൃകയുണ്ട്. ആ മാതൃകയിൽ നടക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യാവൂ. സ്വോത്രം സ്വോത്രം സ്വോത്രം. എല്ലാവരും മാതൃകയാക്കാൻ പറഞ്ഞേ കൊള്ളിയല്ല. എല്ലാവരുടെയും ആ സ്വഭാവത്തെ മാതൃകയാക്കാൻ കൊള്ളിയല്ല. എല്ലാവരുടെയും ആരാധനയെ മാതൃകയാക്കാൻ കൊള്ളിയല്ല. സ്വോത്രം സ്വോത്രം. പൗലോസ് സഭയോട് പറയുകയാണ്, ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കും.
കുറിക്കൊള്ളുവിൻ. അടുത്ത വാക്ക്, ഞാൻ പൗലോസ് പറയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ. അടിവരേണ്ടവരെ പ്രിയപ്പെട്ടവരെ, പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവമക്കളോടും എഫെസോസിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന കൊലോസ്യ ആ ദേശങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വിശുദ്ധന്മാർക്ക് കൂടെ കൂടെ താൻ ലേഖനം എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഫിലിപ്പിനോട് പറയുക, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി. പൗലോസിന്റെ ഉള്ളിന്റെ വേദനയാ തുറന്നു പറയുന്നു. എന്താ തന്റെ വേദന? പലരും ക്രൂശിക്കപ്പെട്ട കർത്താവിനെ വേദനിപ്പിക്കുന്നവരായി, ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. അതെങ്ങനെയാ പൗലോസ് പറയുന്നത്? പൗലോസും ഈ ദാവീദിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ പൗലോസും ഒരു കരയുന്ന ദൈവദാസൻ. ഒന്ന് സ്വതന്ത്രം ചെയ്തേ, ഒന്ന് സ്വതന്ത്രം ചെയ്തേ. പൗലോസ് ഫിലിപ്പിനോട് പറയുക, ഞാൻ കരഞ്ഞോണ്ട് പറയുക, കരഞ്ഞോണ്ട്. നിങ്ങളുടെ ഒരു വാക്യം കൂടെ, പ്രവർത്തനങ്ങളുടെ പുസ്തകം. Thank you, Jesus. Hallelujah. പ്രവർത്തനങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക്. അതിന്റെ 18, 19, 20 വാക്യങ്ങൾ. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ. പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളാം. ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ. പൗലോസ് പറയുകയാണ്, ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ. കേട്ടോണേ, എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെ ഇരുന്നു എന്നും. കേട്ടോണം, വളരെ താഴ്മയോടും ഒരു ദൈവദാസന്റെ ക്വാളിറ്റി കാണിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, തന്റെ ദൈവസന്നിധിയിലുള്ള താഴ്മ. രണ്ട്, തന്റെ വിജയത്തിന്റെ കാരണം എന്തായിരുന്നു? പറഞ്ഞേ. കരയുകയും ദൈവസന്നിധിയിൽ താഴ്മയോടെ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷകനും തകർന്നു പോകാൻ ദൈവം അനുവദിക്കരുത്. ദൈവം ആരോടെ എതിർത്ത് നിൽക്കുന്നറിയാമോ? നിഗളികളോട്. ശുശ്രൂഷകരാണെങ്കിലും നിഗളികളായാൽ ദൈവം അവരോട്, വിശ്വാസികളായാലും നിഗളികളായാൽ ദൈവം അവരോട്. എന്റെ പ്രിയരെ, ദൈവം എതിർത്ത് നിൽക്കുന്ന കുടുംബത്തെ രക്ഷിക്കാൻ, വ്യക്തിയെ രക്ഷിക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. എന്നാൽ താഴ്മയുണ്ടോ, കണ്ണുനീരുണ്ടോ, ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊള്ളു. പൗലോസിന്റെ അനുഭവം പറയുക, ആശയിൽ ഒന്നാം നാൾ മുതൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ വളരെ താഴ്മയോടും, രണ്ട്, കണ്ണുനീരോടും. ഞാൻ ദൈവമക്കളോട് ദൈവസ്നേഹത്തെ പറയും. ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ദൈവസന്നിധി ഒരു ദൈവദാസനൊന്നും കരഞ്ഞോട്ടെ, നിങ്ങളായിട്ട് കരയിപ്പിക്കരുത്. മനസ്സിലായവരുടെ ദൈവദാസനത്തിൽ ഇരുന്ന് കരഞ്ഞോട്ടെ. മക്കൾക്ക് വേണ്ടി കരയട്ടെ, നിങ്ങൾക്ക് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കരയട്ടെ. ഓരോരുത്തരുടെ പേര് പറഞ്ഞ്, കർത്താവേ, തങ്കച്ചായനെ അനുഗ്രഹിക്കണമേ, ചെറുമാനെ അനുഗ്രഹിക്കണമേ, മറിയമ്മനെ അനുഗ്രഹിക്കണമേ, ഔസേപ്പിനെ അനുഗ്രഹിക്കണമേ, അവറാച്ചനെ അനുഗ്രഹിക്കണേ. ദൈവദാസൻ പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങളായിട്ട് ദൈവദാസൻ എന്ത് ചെയ്തത്? മനസ്സിലായ ദൈവത്തോടെ അത് ശ്രദ്ധിച്ചോ. അത് ഗുണത്തെക്കാളേറെ അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. സ്തോത്രം. ദൈവദാസന്മാരുടെ
അവൻ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. അവർ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയും. ഞാൻ കഴിഞ്ഞ 93-ലാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ സ്വന്തം ഭവനം വിട്ട് ദൈവവചനം പഠിക്കാനായിട്ട് കടന്നുപോയി. 93 ജൂൺ മാസം 7-ാം തീയതിയാണ് എന്റെ ബൈബിൾ കോളേജ് പഠനത്തിന്റെ ആരംഭം. 93 ജൂൺ മാസം 7-ാം തീയതി. അന്ന് തന്നെ പരിശുദ്ധാത്മാവിനാൽ കൃപയാൽ നിറച്ചു. അതുവരെ എനിക്ക് ആത്മസ്നാനം ലഭിച്ചിരുന്നതിൽ അന്യഭാഷ എനിക്കുണ്ടായിരുന്നില്ല. 93 ജൂൺ മാസം 7-ാം തീയതി ബൈബിൾ കോളേജ് പഠനത്തിന്റെ ആരംഭ ദിവസമാണ്. അങ്ങനെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിലാണ് പരിശുദ്ധാത്മാവിന് വലിയ പകർച്ചയുണ്ടായി. ഇന്നലെ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ച നിങ്ങളുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ബാബു പാസ്റ്റർ അല്ലെങ്കിൽ ജോൺ അദ്ദേഹം എന്റെ സീനിയർ, ഞാൻ അദ്ദേഹത്തിന്റെ ജൂനിയർ. എന്റെ തൊട്ടു മുമ്പിൽ അദ്ദേഹം ദൈവവചനം പഠിച്ചിറങ്ങിയ ദൈവദാസൻ. അദ്ദേഹത്തിന്റെ തൊട്ട് പുറകെ ഞാൻ പഠിച്ചിറങ്ങി. ഞങ്ങള് അദ്ദേഹം സെക്കൻഡ് ഇയർ ആയിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ എൻ്റെ ബൈബിൾ കോളേജ് പഠനത്തിന്റെ ആണ്. ചങ്ങനാശ്ശേരി ചർച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു മാസ്റ്റർ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ആ ചർച്ചയിൽ ഉപവാസ പ്രാർത്ഥന 3 ദിവസം ഉപവാസ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ പഠനം ആരംഭിക്കും. 93 ജൂൺ മാസം 7-ാം തീയതി ഒരു തിങ്കളാഴ്ച ദിവസമാണ്. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. ആമേൻ. ആ ബൈബിൾ കോളേജിന് നിർബന്ധത്തിനും നിയമത്തിനും ഞാൻ വിധേയപ്പെട്ട് ഉപവസിക്കുകയാണ്. അല്ലാതെ ഒരു തീരുമാനത്തോടു കൂടിയൊന്നുമല്ല. നിർബന്ധത്തിനും നിയമത്തിനും വിധേയപ്പെട്ട് ഞാൻ ഉപവാസത്തിലിരിക്കുക. പക്ഷേ അതിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനും ഉണ്ടാകും. ആ ദിവസങ്ങളിൽ അവിടെ വന്ന് ശുശ്രൂഷിച്ച ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ വലിയ ആത്മപകർച്ചതയാണ്. ആ ആത്മപകർച്ച ജൂൺ മാസം 7-ാം തീയതി ഏകദേശം ഈ ഒരു സമയം 1 മണിക്കുള്ളിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ദൈവം എന്റെ മേൽ വന്നു. അന്നാണ് ഞാൻ കൃപയാൽ ആത്മസ്നാനം പ്രാപിച്ചത്. എന്റെ ലൈഫിൽ എന്നെ അടിമുടി മാറ്റിയത് ആത്മസ്നാനം ഞാൻ പ്രാപിച്ചതിന് ശേഷം. അതുകൊണ്ട് സ്വഭാവത്തിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. ഇങ്ങോട്ട് ഒരെണ്ണം പറഞ്ഞ 2 എണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് 1 തന്നാൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ 2 എണ്ണം, അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു. എന്റെ വചനധ്യാനത്തിന് മാറ്റം വന്നു. എന്റെ ജീവിതത്തെ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാം, അടിമുട്ടി മാറ്റിയത് പരിശുദ്ധാത്മ പകർച്ചയാണ്. നിങ്ങളുടെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവരുടെ വന്നാൽ നിങ്ങളുടെ മക്കൾ നന്നായിരിക്കണം. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മക്കളെ മാറ്റാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ പ്രാർത്ഥിക്കാത്ത കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എനിക്ക് 3 മക്കളെ ദൈവം സ്തോത്രം. അവർക്ക് വേണ്ടി ഇന്നും ഞാൻ കണ്ണുനീരോടെ ഇന്ന് രാവിലെയും ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്നേ ഉള്ളൂ. അവർ ഈ ലോകത്തിൽ ആരായിത്തീരുന്നു എന്നുള്ളതല്ല, അവരുടെ മേൽ ഒരു ആത്മപകർച്ച എപ്പോഴും ഉണ്ടായിരിക്കണം. ലോകത്തിലെ സമ്പത്തോ ലോകത്തിലെ പദവികളോ ഉയർച്ചകളോ അവൻ സ്ഥാനങ്ങളോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവുള്ള തലമുറകൾ നമുക്കുണ്ടെങ്കിൽ അതിൽ പല സന്തോഷം മറ്റൊന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, പല പിതാക്കന്മാരും മാതാക്കളെ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നിരന്തരമുള്ള പ്രാർത്ഥന കർത്താവേ എന്റെ തലമുറയുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ, പരിശുദ്ധാത്മാവിനെ പകരണമേ, പരിശുദ്ധാത്മാവിനെ പകരണമേ. മറ്റൊന്നും നിങ്ങൾ അധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നിരന്തരം ദൈവസന്നിധിയിൽ ഉയർത്തുമെങ്കിൽ നിങ്ങളുടെ തലമുറ കടന്നു പോകുന്നിടത്ത് അവരുടെ മേൽ ആത്മാവിനെ പകരം ദൈവം മതിയായവനാണ്. ഞങ്ങളുടെ 2ാമത്തെ മോൻ, അവരുടെ പേര് ഡാനിയൽ എന്നാണ്. അവര് 2021 ദൈവകൃപയിൽ കാനഡയിലേക്ക് കടന്നുപോയി, പഠനത്തിന് വേണ്ടി കടന്നുപോയി. ഇവനെ പറഞ്ഞു വിടുന്നതിനകത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ആരുമില്ല, പരിചയമുള്ളവരാരുമില്ല. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും? ഒരു അന്യദേശത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ആരും നമുക്ക് അവിടെ വേണ്ടപ്പെട്ടവരില്ല.
ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കൊക്കെ സജീവമായിട്ട് ഞങ്ങളോട് കൂടെ. കാരണം അവൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഒരു പാസ്റ്ററല്ലേ. അവന്റെ പാസ്റ്റർ ഞാനാണ്. എന്റെ 3 മക്കളുടെ പാസ്റ്റർ ഞാൻ തന്നെ. അവർക്ക് വേറെ ഒരു പാസ്റ്റർ അത്രയും ഡീപ്പായിട്ട് അറിയത്തില്ല. അവന്റെ അപ്പനും ഞാനാണ്, അവരുടെ അപ്പനും ഞാനാണ്, അവരുടെ പാസ്റ്റർ ഞാനാണ്. നിരന്തരമായുള്ള കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. അവന് കാനഡയിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, മോൻ പോകുന്നതിന് ഒരു 1.5 ആഴ്ച പിറകെ കൊറോണയുടെ ആ പീക്ക് ടൈമാണ്. എന്റെ ഒരു പാസ്റ്റർ കാനഡയിൽ നിന്ന് വിളിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എങ്ങനെ അദ്ദേഹത്തിന് എന്റെ നമ്പർ കിട്ടിയത് പിന്നീടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അവിടെ കൂടുന്ന ഒരു സഹോദരൻ, അടൂരുകാരനായ ഒരു സഹോദരനുണ്ട്. അടൂരുകാരനായ സഹോദരൻ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് എത്രയോ നാളുകൾക്ക് പിറകിൽ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചപ്പോൾ മറ്റാരോ നമ്പർ കൂടെ തന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ശുശ്രൂഷിച്ചു. അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. ആ ആലോചന ആ സഹോദരനെ നിറവേറി. അങ്ങനെ ആ സഹോദരൻ കാനഡയ്ക്ക് പോയി. കാനഡ ചെന്ന് പെട്ടത് ഈ ചർച്ചയാണ്, ഈ അലക്സ് എന്ന് പറഞ്ഞ ദൈവദാസന്റെ സഭയിലാണ്. അവരൊരു ഉപവാസ പ്രാർത്ഥന ഇതുപോലെ ക്രമീകരിച്ചു. ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ആണല്ലോ നടക്കുന്നത്. അപ്പൊ ഈ സഹോദരൻ ആ ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് വരാൻ മുഖാന്തരമായി തീർന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ ദേശത്ത് വരുവാനും ഈ ജോലി ചെയ്യുവാനുമുള്ള മുഖാന്തരം. ആ പാസ്റ്റർ ചോദിച്ചത് ആ പാസ്റ്ററുടെ നമ്പർ കേട്ടോ, വാട്സപ്പ് നമ്പർ ഉണ്ട്, കൊടുത്തു. ഈ ദൈവദാസൻ അലക്സ് എന്ന് പറയുന്ന ദൈവദാസൻ എന്നെ വിളിക്കുകയാണ്. എന്റെ മോൻ പോകുന്നതിന് ഒരു 3 ആഴ്ച പിറകെ അദ്ദേഹം എന്നെ വിളിച്ചു. റോയ് പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞത് ദൈവദാസനെ ഞങ്ങളുടെ മീറ്റിംഗിൽ ഒരു ദൈവവചന സന്ദേശം നൽകാൻ കഴിയുമോ? രാവിലെ 5:30 അവർക്ക് മീറ്റിംഗ് നടക്കും. നമ്മുടെ ഇവിടുത്തെ രാവിലെ, അവർക്ക് അവിടെ രാത്രിയാണ്. രാവിലെ 5:30 ദൈവദാസൻ എഴുന്നേറ്റ് മെസ്സേജ് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, തരാം. നമ്മള് കൊറോണ പിടിച്ച് വെറുതെ വീട്ടിൽ കുതിപ്പിച്ചിരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ റെഡി. ആമേൻ. മുമ്പ് പരിചയമല്ല, കണ്ടിട്ടില്ല. ആമേൻ. യാതൊരു ബന്ധങ്ങളുമില്ല. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവം എനിക്ക് തന്ന ഒരു മെസ്സേജ് ഞാൻ റെഡിയാക്കി. ആമേൻ. പ്രാർത്ഥനയോടെ രാവിലെ ആ സൂം മീറ്റിംഗിൽ ദൈവവചനം അവരുമായിട്ട് ഷെയർ ചെയ്തു. ദൈവകൃപയാ ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ മീറ്റിംഗിന്റെ അവസാന സമയത്ത് ഞാൻ അവിടെയുള്ള സഭയോട് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞു. എന്റെ മോൻ ഇങ്ങനെ പഠിക്കാനായിട്ട് കാനഡയിലേക്ക് വരുവാൻ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അവന് വിസയൊക്കെ റെഡിയായി. അവന് 2 ആഴ്ചക്കുള്ളിൽ 3 ആഴ്ചക്കുള്ളിൽ അവൻ കയറി കാനഡയ്ക്ക് വരികയാണ്. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ക്ലോസ് ചെയ്തു. പ്രാർത്ഥിച്ച് ദൈവദാസന് ആശീർവാദം പറഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, റോയ് പാസ്റ്ററെ മോൻ എവിടേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായ സ്ഥലത്ത് ടൊറോണ്ടോയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ കൊടുക്കാം. അവന് വേണ്ടി സംസാരിച്ചു. അപ്പം എന്റെ മോൻ ചെല്ലുന്നതിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ദൈവദാസൻ താമസിക്കുന്നത്. ഈ ഒരുക്കുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അലക്സ് പാസ്റ്ററിനോട് പറഞ്ഞു, റോയ് പാസ്റ്ററെ ഞാൻ മോനെ പോയി എയർപോർട്ടിൽ നിന്ന് എടുത്തോളാം, എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളാം, പാസ്റ്റർ ഒന്നും വിഷമിക്കില്ല. എനിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ് ഈ 2ാമത്തെ തലമുറ. ഒത്തിരി അവന് വേണ്ടി കരഞ്ഞിട്ട് ഒത്തിരി ഉപസിച്ചും അവൻ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയതാണ്. ഒത്തിരി ഉള്ളുകൊണ്ട് ഒത്തിരി വേദനിച്ച് ദൈവം ആരോഗ്യത്തോടെ തന്നൊരു തലമുറ. അവൻ അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ദൈവം അവനെ ഞങ്ങൾക്ക് തന്നത്. പൂർണ്ണ ആരോഗ്യവാനായി ദൈവകൃപയെ ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഒരു വലിയ ബന്ധം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവനാണ് ആ രാജ്യത്തേക്ക് പോകാൻ ദൈവം ഒരു വഴി തുറന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവദാസൻ വിളിച്ചു പറയുന്നത്, പാസ്റ്റർ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ പോയി കൊണ്ടുവന്നോളാം, എന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചോളാം. എനിക്ക് ഒത്തിരി സന്തോഷമായി. സ്തോത്രം. ഞാൻ പറയുന്നതിനറിയോ, നാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തുറക്കുന്ന വഴികൾ അഗോചരമാണ്. ഞാൻ അവനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവന്റെ മേലുണ്ടാകണം. ഞാൻ മാതാപിതാക്കളോട് പറയുന്നു, അവൻ ആരാധനയ്ക്കൊക്കെ പോകും. ഒറ്റ ആരാധന മുടക്കുക, ഒറ്റ കൂട്ടായ്മ മുടക്കുക, ആരാധനക്കെല്ലാം സജീവമാണ്, നന്നായിട്ട് ജോലിയും ചെയ്യും. സ്തോത്രം.
ദൈവകൃപയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കും. ഞാൻ ഒരു വൈഫ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ കുഞ്ഞിനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ചർച്ചിൽ ഏകദേശം 130ഓളം വിശ്വാസികൾ കൂടുന്ന ഒരു സഭയാണ്. അവര് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ അവരുടെ ചർച്ചിൽ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിൽ ശുശ്രൂഷിക്കാനായിട്ട് വിളിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ലീവ് എടുക്കാൻ കഴിയുമെങ്കിൽ ആ ഫാസ്റ്റിംഗ് പ്രയറിൽ പോയി പങ്കെടുക്കണം. അവൻ പറഞ്ഞു, പപ്പ എനിക്ക് കമ്പനിയിൽ ലീവ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, സന്ധ്യ മീറ്റിങ്ങിന് പോകണം, എത്ര ദൂരമാണെങ്കിലും നീ പോകണം. അവന് ആ യോഗങ്ങളിൽ ദൈവകൃപയിൽ പോയി പങ്കെടുത്തു. ഞാൻ ദൈവസ്ഥാനത്തിൽ പറയട്ടെ, അവൻ പറഞ്ഞു, പപ്പ ഞാൻ വേറൊരു ലോകത്തിലേക്ക് മാറ്റപ്പെട്ടു. അവൻ വാട്സപ്പ് ഇപ്പൊ വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, ഇൻസ്റ്റാഗ്രാം വേണ്ട. അവൻ പറയുന്നത് എന്റെ ഉള്ളിൽ ദൈവസാന്നിധ്യമാണ്. 26 വയസ്സുള്ള എന്റെ കുഞ്ഞിന് വാട്സപ്പ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, ഇൻസ്റ്റാഗ്രാം വേണ്ട. അവൻ എന്തോ മതി എന്നറിയോ? ദൈവത്തെ മതി. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ മേലെ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി. അവൻ പറയുമ്പോ, പപ്പ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, ജോലിക്ക് വേണ്ടി പോകുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, എന്റെ മേലൊരു ദൈവസാന്നിധ്യം ഇരിക്കുകയാണ്. ഞാൻ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, അവൻ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, ഒരു ദിവസം കൊണ്ട് നമ്മുടെ കണ്ണുനീര് നിർത്തരുത്. നാം നിരന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നില്ലെങ്കിൽ പിന്നെ ആരുടെ മേലെ തലമുറകളുടെ മേൽ അവൻ പരിശുദ്ധാത്മാവിനെ പകരുന്നത്? ലോകത്തിന്റെ പണക്കാരനാകുന്നതല്ല വലുത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ലോകത്തിലെ പണക്കാരനാകുന്നത് അല്ല വലിയത്. ഇവിടെ വലിയ എസ്റ്റേറ്റ് ഉള്ളതല്ല വലിയത്. ഇവിടെ വലിയ ബംഗ്ലാവുള്ളതല്ല വലിയത്. പരിശുദ്ധാത്മാവുള്ളതാണ് വലിയത്. മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ ദൈവത്തോട് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ വരപ്പെടുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം ദൈവകൃപയിൽ കാണപ്പെടണം. ഹല്ലേലൂയ. അവർ നിങ്ങളോടൊപ്പം ആരാധനയിൽ മുഴങ്ങാൻ മടങ്ങണം. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പറയാം. നാം നിരന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ വിലകൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകളുടെ സൗരഭ്യത്തെ ഇപ്പോൾ വായിച്ച വേദഭാഗം, ഫിലിപ്പിയർക്കെഴുതിയ വേദഭാഗം പൗലോസ് പറയുകയാണ്. അവൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, അവൻ വളരെ കണ്ണുനീരോടും താഴ്മയോടും കണ്ണുനീരോടുകൂടെ ശുശ്രൂഷിച്ച ആ ദൈവദാസൻ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്ന വാക്ക് ഒന്നുകൂടെ ആവർത്തിച്ചു വായിക്കും. അതിന് മുകളിൽ നമ്മൾ വായിച്ച വേദഭാഗമുണ്ടല്ലോ. കുറിക്കൊള്ളുവിൻ. എല്ലാവരെയും കുറിക്കൊള്ളരുത്, മാതൃക പ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. ഞാൻ ചോദിക്കും, ഞാൻ ഒറ്റ വാക്ക് ചോദിക്കാം, യൂദയെ കുറിക്കൊള്ളാൻ പറ്റുമോ? യേശുവിന്റെ ശിഷ്യനല്ലേ? ഇല്ല മോനെ, യേശുവിനെ കൊടുത്ത യൂദയെ കുറിക്കൊള്ളാൻ പറ്റുമോ? മാതൃകയാക്കാൻ കൊള്ളോ? ഇല്ല. യേശുവിന്റെ ശിഷ്യനല്ലേ? ഈ വേണ്ടാത്തതിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മാതൃകയാക്കരുത്. മനസ്സിലാക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താല് പൗലോസിന്റെ ശുശ്രൂഷയിൽ കൂടെ ഉണ്ടായിരുന്ന 2 പേരുടെ പേര് എടുത്തു പറയുന്നുണ്ട്. 2 പേരുടെ പേരെന്നറിയോ? ഹുമനയോസും അലക്സാണ്ടറും. മാതൃകയാക്കാൻ കൊള്ളോ? ഇല്ല. വേറൊരു പള്ളി കൂടെ ശുശ്രൂഷയ്ക്ക് പൗലോസിനോടൊപ്പം നിന്നയാള് ആരാന്നറിയോ? ദേമാസ്. ആരാ? ദേമാസ്. അവൻ ആരായിപ്പോയി? അവൻ ലോകത്തെ സ്നേഹിച്ച് ഭൗതികമായതിന്റെ പുറകെ, ലോകത്തിന്റെ പുറകെ പോയി. ആര്? ദേമാസ്. ഹുമനയോസും അലക്സാണ്ടറും ദൂഷണം പറയുന്നവരായി മാറിപ്പോയി. ഇതിനെ ഒന്നും എന്ത് ചെയ്യരുത്, പറഞ്ഞേ, മാതൃകയാക്കരുത്. ഹല്ലേലൂയ. മാതൃകയാക്കാൻ കൊള്ളാകുന്നവരെ ഈ തലമുറയിൽ മാതൃകയാക്കാവൂ. പറഞ്ഞ് ദൈവദാസന്മാരെ കുറ്റവും പറഞ്ഞു, ഏഷണയും പറഞ്ഞു, ദൂഷണവും പറഞ്ഞ് അവൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് അവൻ ദൈവവചനത്തിന് വിരോധമായി ജീവിക്കുന്ന ഒന്നിനെ മാതൃകയാക്കരുത്. ഹല്ലേലൂയ. നല്ലതിനെ നാം മുറുകെ. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിന് പകരം ഉപദേശമായിട്ട് ചിലരോട് ഈ വചനത്തിലൂടെ ഇടപെടുന്നു. അവരെ ഇവരെ കണ്ടിട്ട് അവരെ പോലെ ഇവരെ പറയാകരുത്. അവൻ നീ നല്ലതിനെ മുറുകെ പിടിക്കുക, നല്ലതിനെ ഫോളോ ചെയ്യുക. ഞാൻ പലപ്പോഴും പൗലോസ് പറയുക ഫിലിപ്പിനോട്,
കൂടെ ഫിലിപ്പിയരോട് പറയുന്ന ഒരു വാക്ക് എന്തായിരുന്നു? ക്രിസ്തുവിന്റെ ക്രൂശിന് പൗലോസ് അന്ന് കൂടെ ഇത് പറയുമായിരുന്നെങ്കിൽ ഇന്നോ നമ്മളിത് എത്ര പ്രാവശ്യം പറഞ്ഞാലും, കാരണം ഈ കൂട്ടരിന്ന് പെരുകി വരിക. ഏത് കൂട്ടരൻ? ക്രൂശിന്റെ ശത്രുക്കളായ ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പെന്തക്കോസ്തിനകത്തുണ്ട്, പാസ്റ്റർമാരുടെ ഇടയിലുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. വാലഞ്ഞു പോയ ലോത്തിനെ പോലൊന്നും നമ്മളാകരുത് കേട്ടോ. മാതൃകയുള്ള അബ്രഹാമുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. ഓരോന്നിനും ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയ ഏശാവിനെ പോലെ ആകരുത്. മനസ്സിലാകുന്നുണ്ട്. ഒരു ഊണിന് എഴുതിയിരിക്കുന്നത് ശരിക്കും ഊണാണോ കൊടുത്തത്? എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കിയ ഏശാവിനെ പോലെ നാം ആരാകരുത്? അഭക്തരാകരുത്. ഊണല്ല കൊടുത്തത്, പിന്നെന്താ? പായസം. അവൻ ജ്യേഷ്ഠാവകാശത്തെക്കാൾ വലുതായിട്ട് എന്തിനെ കണ്ടു? പായസത്തെ കണ്ടു. ഭൂതന്മാരുടെയും ഭൂത പശ്ചാത്തലത്തിൽ ജ്യേഷ്ഠനാണ് ഇരട്ടി പങ്കിന് അവകാശി. ഒരു ഭവനത്തിലുള്ള മറ്റാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഭൗതികമായുള്ള അനുഗ്രഹത്തിന് ഇരട്ടി പങ്ക് ആർക്കുള്ളതാ? മൂത്തവനുള്ളതാ. എന്നാൽ ഒരു ഗ്ലാസ് പായസത്തിന് മുമ്പിൽ പുള്ളി ഇതല്ല. ഞാൻ ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ലോകത്തിന് മുമ്പിൽ ചിരിച്ചു കാണിക്കുന്ന ഒന്നിന്റെ മുമ്പിൽ നിന്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളയരുത്. വെച്ചു നിൽക്കുന്ന ഒന്നിന്റെ മുമ്പിൽ നിന്റെ ജ്യേഷ്ഠാവകാശം വിറ്റ് കളയരുത്. എന്താ എനിക്ക് നിങ്ങൾക്കുള്ള ജ്യേഷ്ഠാവകാശം? നോക്കിയേ, എന്താ എനിക്ക് നിങ്ങൾക്കുള്ള ജ്യേഷ്ഠാവകാശം അറിയോ? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അവരേറ്റവും വിലയേറിയവരാണ് ഞാനും നിങ്ങൾ. പലരും നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും? ഈ ജ്യേഷ്ഠാവകാശം വിറ്റ് കളയാ. ഈ ജ്യേഷ്ഠാവകാശം നമ്മെ തള്ളിയിടാൻ ലോകത്തിൽ പലതും വെച്ചു നീട്ടും കേട്ടോ. സ്വോത്രം. അതിന്റെ ഒന്നും പുറകെ പോകരുത്. നാം ഒരു ലക്ഷ്യത്തിൽ അവൻ എത്തിച്ചേരേണ്ടവന്, അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടാൻ പ്രിയരേ. ഞാന് പലപ്പോഴും പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ കരഞ്ഞോണ്ട് പറയാം. പ്ലീസ് പ്രിയരേ, അതിനെയൊന്നും എന്ത് ചെയ്യരുത്? ഫോളോ ചെയ്യരുത്. അവരെ പോലെ ആകരുത്. അവരുടെ പ്രവൃത്തിയെ പിന്തുടരരുത്. അവരെ മാതൃകയാക്കരുത്. മനസ്സിലാകുന്ന ദൈവത്തിനൊന്നും കൂടെ സ്തോത്രം ചെയ്തോട്ടെ. അടുത്ത വാക്ക് കേട്ടോ. ഇങ്ങനെ പോകുന്നവരുടെ അവസാനത്തെ കുറിച്ച് പൗലോസ് തീർത്ത് പറയുക. എന്താ? അവരുടെ അവസാനം ക്രൂശിന്റെ ശത്രുക്കളായി ജീവിക്കുന്ന ഉപദേശിമാരുടെയും ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്ന വിശ്വാസികളുടെയും അവസാനം. ഈ ലേഖനം ആർക്കെഴുതുന്നതാണ്? ആർക്കാണ് ഈ ലേഖനം എഴുതുന്നത്? വിശ്വാസികൾക്ക്. ഇത് ജാതികൾക്കുള്ളതല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത് അവിശ്വാസികൾക്കുള്ളതല്ല. പിന്നെ ആർക്കുള്ളതാണ്? വിശ്വാസികൾക്കുള്ളതാ. അപ്പൊ വിശ്വാസികൾക്ക് നാശം ഉണ്ടാവോ? ഉണ്ടാവും. പാസ്റ്റർമാർക്ക് നാശം ഉണ്ടാവോ? ഉണ്ടാവും. ക്രൂശിന്റെ ശത്രുക്കള്. ഞാൻ ക്രൂശിന്റെ ശത്രുവായി മാറിയാൽ, വചനത്തിന് വിരുദ്ധമായി ജീവിച്ചാൽ ഞാൻ എങ്ങോട്ടാ പോന്നെ? പറഞ്ഞേ. രാവിലെ പാസ്റ്ററൊക്കെ ആയിരിക്കും, രാജ്യങ്ങളിലോ പട്ടണങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന ആളായിരിക്കും. പക്ഷേ ക്രൂശിന്റെ ശത്രുവാണെങ്കിൽ, കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നെങ്കിൽ എന്റെ പോക്കങ്ങോട്ടാ. എന്റെ പദവി കണ്ടിട്ടൊന്നും നിങ്ങൾ എന്നെ അനുഗമിക്കരുത്.
ശ്രദ്ധിക്കേണ്ട ഒന്ന് പോക്ക് എങ്ങോട്ടാണെന്ന് സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞത് പൗലോസ് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയും, കരഞ്ഞോണ്ട് പറയുക, പ്ലീസ് അവരെ എന്ത് ചെയ്യരുത്, ഫോളോ ചെയ്യരുത്, അവരെ അനുഗമിക്കരുത്, അവരുടെ അവസാനം. അടുത്തത് അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി, ഈ ഒരു ജാതി വയറിന് വേണ്ടി എന്തും കളിക്കും, എന്തും പ്രവർത്തി, എന്തും മോണയും പറയും, എന്ത് കൂട്ടുപിടിപ്പിന് നടത്തും. അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവരുടെ വയറ്. ഇച്ചിരി കടുപ്പായിട്ട് തോന്നുന്നില്ലേ? അവരുടെ ദൈവം വയറ്. അവർക്ക് എന്തോ തോന്നുന്നു? ആർക്ക്? ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവർക്ക് എന്തോ തോന്നുന്നു വെച്ചാ ലജ്ജയായതിൽ അവർക്ക്. അടുത്ത വാക്ക് അവർ ചിന്തിക്കുന്നത് മുഴുവൻ എവിടെയുള്ളതാ? ഉപവാസപ്രാർത്ഥനയല്ലേ? നമ്മെ പരിശുദ്ധമാവുന്ന കറക്റ്റ് കൂടെ ചെയ്യുകയാണ്. എവിടെയെങ്കിലും അടി പതറിയിട്ടുണ്ടെങ്കിൽ, ഇളക്കം വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ വചനത്തോടെ പറയുന്നു, നാം ദൈവസഭയിൽ മടങ്ങി വരിക. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അടുത്ത വാക്ക് അവർ ഭൂമിയിലുള്ളത്. ഇന്ന് പകൽ അവൻ ദൈവസഭയോട് ദൈവാത്മാവിൽ ഈ ഉപവാസത്തിന് 3-ാം ദിനം പകൽ വിളിച്ചു പറയുന്നു, എന്റെ സഹോദരങ്ങളെ, എന്റെ പിതാക്കന്മാരെ, എന്റെ അമ്മമാരെ, എന്റെ ആന്റിമാരെ, എന്റെ സഹോദരിമാരെ, എന്റെ കുടുംബ ശുശ്രൂഷകന്മാരെ, ഇന്ന് പകൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള അന്വേഷിപ്പാനല്ല. എന്റെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഉയരത്തിലുള്ള അന്വേഷിപ്പാനാണ്. ഞാനൊന്നുകൂടെ ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറയാം, ഉയരത്തിലുള്ളത് നിങ്ങൾ ചോദിക്കുമെങ്കിൽ, ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കുമെങ്കിൽ, ഇതൊരു വലിയ ഇതൊരു ആത്മീക മർമ്മമാണ്. ഉയരത്തിലുള്ളത് നീ അന്വേഷിച്ചാൽ, ഉയരത്തിലുള്ളത് നീ പ്രാർത്ഥിച്ചാൽ, ഉയരത്തിലുള്ളത് നീ ചോദിച്ചാൽ, നിനക്ക് ഉയരത്തിലുള്ളത് മാത്രം തന്ന് തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. നീ ഉയരത്തിലുള്ളതിനോട് ദാഹത്തോടെ ചോദിച്ചാൽ നിന്റെ ഭൗതിക ആവശ്യങ്ങൾ മുഴുവൻ നീ അറിയാതെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താണ്ട് ഇതാർക്കറിയാം? വിശ്വാസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ഉയരത്തിലേക്ക് നോക്കാനോ, ഉയരത്തിലുള്ള ചോദിക്കാനോ, ഉയരത്തിലുള്ള പ്രാപിക്കാനോ നമ്മളെ അനുവദിക്കരുത്. നമ്മളെ എങ്ങോട്ട് നോക്കുന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു ചിന്തകനായ ദൈവദാസൻ പറഞ്ഞു, കോഴി ക്രിസ്ത്യാനിയുണ്ട്, കഴുകൻ ക്രിസ്ത്യാനിയുണ്ട്. കോഴി ക്രിസ്ത്യാനിയുണ്ട്, കഴുകൻ ക്രിസ്ത്യാനിയുണ്ട്. കോഴി എപ്പോഴും ഭൂമിയിലുള്ളത് ചേകഞ്ഞ് 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 എവിടെ കിട്ടും ചെതല്, എവിടെ കിട്ടും അതിനുള്ള ആഹാരം? ഭൂമിയിലുള്ളത് മാത്രം. കഴുകനോ പറഞ്ഞേ ഉയരത്തിലേക്ക്, ഉയരത്തിലേക്ക്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ ദൈവസഭയോട് പറയുന്നു, ഭൂമിയിലുള്ള അന്വേഷിക്കാൻ ഇവിടെ ഒത്തിരി ആളുകൾ ഉണ്ടെന്നേ, അവരത് അന്വേഷിച്ചോട്ടെ. ദൈവം നമ്മെ വിളിച്ചത്, ചങ്കിലെ ചോര വന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചത് ഭൂമിയിലുള്ളത് അന്വേഷിക്കാനല്ല, ഉയരത്തിലുള്ളത് അന്വേഷിക്കാനാണ്. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവ് പറഞ്ഞു, ഉയരത്തിലുള്ളത്, സ്വർഗീയമായത്, നിലനിൽക്കുന്നത്, ശാശ്വതമായത്. അവൻ കള്ളൻ തുരന്ന് മോഷ്ടിക്കാത്തത്, അവൻ അപകരിപ്പാൻ കഴിയാത്തത്. അപ്പ എന്നവൻ പകരണമേ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തെ വാഴ്ത്തുകയാണ്. അവൻ കർത്താവ് എന്നവൻ പകരണമേ, അവൻ ഉയരത്തിലുള്ളവൻ പകരണമേ. ഉയരത്തിലുള്ളത് ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ അവസ്ഥ ആസകരം മാറുവതേ. ഉയരത്തിലുള്ളവനുമായി ബന്ധം, ഉയരത്തിലുള്ളവനുമായി ആഴമേറി ബന്ധമെന്ന്. ഉയരത്തിലുള്ളവനല്ലേ സകലത്തിന്റെ ഈ കാരണഭൂതൻ ആണോ? ഞാനും അവനുമായൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, അവൻ ഒരു ആഴമേറിയ ഡീപ്പായൊരു ബന്ധം ഉയരത്തിലുള്ളവന് ഞാനുമായി വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊന്നും ഞാൻ ആകുലപ്പെടേണ്ടതില്ലല്ലേ. എല്ലാം ഭംഗിയായി ചെയ്തു തരാൻ അവിടുത്തെ പക്കലുണ്ടല്ലോ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധനവും മാനവും പുരാതന സമ്പത്തുമുള്ളവനല്ലേ ഉയരത്തിൽ
കുഞ്ഞ്, നീ ചെയ്യേണ്ടത് ഉയരത്തിൽ പറയുന്നു, ഉയരത്തിൽ അക്കണ്ണുകൾ ഉയരത്തിലേക്ക്. അക്കണ്ണുകളെ പോലെ ഒരു കോടി ക്രിസ്ത്യാനികൾ ഇവിടെ മുന്നേ ചകഞ്ഞ് 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 ഇവിടെ നീറി ഒടുങ്ങാനുള്ളവരല്ലോ. പറന്ന് 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 നമ്മുടെ കർത്താവിന്റെ നിത്യ വീട്ടിൽ ചേർക്കപ്പെടാനുള്ളവരാണ്. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഈ കാണുന്നതെല്ലാം നശ്വരമാണ്. ഇന്നത്തെ പ്രസംഗങ്ങൾ ഭൂരിപക്ഷം ഭൂമിയിലുള്ളവരെ കുറിച്ചല്ലേ, ഭൗതികതയെ കുറിച്ചല്ലേ. ഞങ്ങൾക്കിവിടെ അമ്മാവൻ പറയുന്നു, നാം ഭൂമിയിലുള്ളവരേക്കല്ല, ഉയരത്തിലേക്ക് നോക്ക്, ഉയരത്തിലേക്ക് നോക്ക്. ഞാനിവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം. ഈ ഉപമ അല്ലെങ്കിൽ ഉദാഹരണം പല ദേവദാസന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഒരു ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ റൺവേയിലൂടെ ഓടുമ്പോൾ നമുക്ക് ഇടത്തു വലത്തൊക്കെയുള്ള ബിൽഡിങ്ങുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. 5 നില, 8 നില, 15 നില, 50 നില, 80 നില, 100 നില ബിൽഡിങ്ങുകൾ. ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ദുബൈയിലെ ബുർജ് ഖലീഫ, ഞാനിവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. സോദർ, ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്, ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് സോദർ. പക്ഷേ ഫ്ലൈറ്റിൽ പോകുമ്പോണ്ടല്ലോ, ഉയർന്ന ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്നു പോകുമ്പോൾ താഴോട്ട് നോക്കിയാൽ ബുർജ് ഖലീഫ ചെറിയൊരു, ഭൂമിയിലുള്ളതെല്ലാം ചെറുതായി ഉയരത്തിലേക്ക് പൊങ്ങുന്തോറും താഴെയുള്ളതെല്ലാം പറഞ്ഞേ. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന 3-ാം ദിനം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉയരത്തിലേക്കാണ്. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നാം ഓടുന്നത്, ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇതിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഉയരത്തിലുള്ള പ്രാർത്ഥിക്കുക. ആരാധന മുടക്കി മണ്ണാങ്കട്ടയുടെ പുറകെ പോകുന്നവരുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ആരാധന മുടക്കി മണ്ണാങ്കട്ടയുടെ പുറകെ പോയാൽ ഈ മണ്ണിനകത്ത് നീ നീറി ഒടുങ്ങേണ്ടി വരും, നാശത്തിലേക്ക് പോകും. എന്നാൽ എന്റെ ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മതി. ഞാൻ മോനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞല്ലോ. അവൻ ആ രാജ്യത്തിൽ നിന്ന് അവൻ പഠനത്തോടു കൂടെ പാർട്ടി ജോലി ചെയ്യുമ്പോൾ അവന് ആദ്യം ജോലിക്ക് പോയത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയി. അവിടെ തിങ്കളാഴ്ച മുതൽ ജോലി ചെയ്തു. അവർ തിങ്കളാഴ്ച ജോയിൻ ചെയ്ത് അവന് ജോലിക്ക് പോയി. അവിടെ പലരും നാട്ടിൽ നിന്ന് പലരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവന് കൂടെ അവന് സമപ്രായത്തിലുള്ള ഒരു മോനെ അവൻ പരിചയപ്പെട്ടു. ആ ഡീറ്റെയിൽ ഒന്നും അവൻ ചോദിച്ചില്ല. അങ്ങനെ ഇവന് ഞായറാഴ്ച എൻ്റെ മോൻ ആരാധനയ്ക്ക് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് വേണ്ടി ചെന്നപ്പോൾ അവനെ കൂടെ ജോലി ചെയ്യുന്ന മറ്റേ പയ്യൻ, അതേ പ്രായത്തിലുള്ള പയ്യനോടെയുണ്ട്. അപ്പൊ അവൻ ചോദിച്ചു, ഡാഡി നീ എന്നെ ലേറ്റായി? ഞാൻ രാവിലെ ആരാധനയ്ക്ക് പോയി. അവൻ ഈ പെന്തിക്കോസാണ്. പെന്തിക്കോസാണ്. പിന്നെ അവൻ പറഞ്ഞു എന്റെ പപ്പ പാസ്റ്ററാണ്. അപ്പൊ മറ്റേ പുള്ളി പറയാ, എടാ എന്റെ പപ്പ പാസ്റ്ററാണ്, ഞാനും പെന്തിക്കോസാണ്. പക്ഷെ നമ്മൾ കാനഡ വന്നത് ആരാധിക്കാൻ അറിയില്ലോ, പാസ്റ്ററാക്കാനല്ലോ. ഒക്കെ ഒരു പാസ്റ്റർ മോന്റെ കാഴ്ചപ്പാട്. നമ്മൾ കാനഡയിൽ വന്നത് ആരാധിക്കാറുള്ളത്. പിന്നെന്തിനാ? അവൻ ഇന്നും ആ റെസ്റ്റോറന്റിൽ കിടപ്പുണ്ട്. പക്ഷെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത എന്റെ മോന് ദൈവാരാജ്യത്തിന്റെ പൗരത്വം കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ ആരാധിച്ച എന്റെ തലമുറയ്ക്ക് ആ രാജ്യത്തിന്റെ പൗരത്വം ദൈവം കൊടുത്തു. എന്നാൽ റെസ്റ്റോറന്റിൽ കാശുണ്ടാക്കാനാന്ന് പറഞ്ഞ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ ഇന്നും ആ റെസ്റ്റോറന്റിൽ ഇന്നും കിട്ടിയിട്ടില്ല. ദൈവത്തെ മാനിച്ച ദൈവം നിന്നെ മാനിക്കും. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അവൻ ആർക്കും കടക്കാരനല്ല. എനിക്ക് എന്റെ മെസ്സേജ് തീർന്നിട്ടില്ല. കർത്താവിന്റെ എനിക്ക് അനുവദിച്ച സമയം എന്റെ മുമ്പിൽ തിരികെ വൈകുന്നേരം ദൈവമാണെന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം കർത്താവ് ഈ വചനത്തിന്റെ തുറന്നുള്ള ചിന്തകൾ, അവൻ ദൈവം എനിക്ക് തരുന്ന വചനത്തിന്റെ വെളിപ്പാടുകളും നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഈ വിധത്തിലുള്ള ആലോചനകളുമായിരിക്കും ഞാൻ പ്രസ്താവിക്കുന്നത്. എനിക്ക് അങ്ങനെ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രസംഗിച്ച് തീർത്തിച്ച് പോകുകയല്ല. പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ, ദൈവത്തിന്റെ വചനങ്ങൾ, ആലോചനകൾ, അതായിരിക്കും ഞാൻ ദൂതിലൂടെ കൈമാറുന്നത്. വിശ്വസിച്ച് ഏറ്റെടുത്താൽ അതൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ ഇവിടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ പോകുന്നു. ആ ദൈവദാസൻ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ, നമ്മൾ വായിച്ച ഫിലിപ്പിയ ലേഖനത്തിലെ ആ പ്രധാന വാക്യത്തിലേക്ക് വരാം. നമ്മുടെ പൗരത്വമോ, 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ
സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മുടെ കുറിവാക്യം എന്താ? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കാത്തിരിപ്പ് അവൻ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം ക്ഷണിക്കരുത് കേട്ടോ, ക്ഷണിക്കരുത്. എന്റെ കർത്താവാണ്. കാഹളം മുഴങ്ങാറായി, പ്രാണപ്രിയരായി ഒരു നമ്മുടെ കണ്ണുകളടക്കാം. ഈ ദൈവവചനത്തിന്റെ തുറന്നുള്ള ചിന്തകൾ ദൈവം അനുവദിച്ചാൽ വൈകുന്നേരത്തെ സെക്ഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോട്ട് ഇടപെട്ട ദൂതങ്ങൾക്ക് മുമ്പിൽ ഏൽപ്പിച്ചു വിടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് കാണും, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് കാണും. ഇന്ന് ക്രമീകരിക്കാം. കർത്താവേ, വചനത്തിന് മുമ്പ് ഞാനത് സമർപ്പിക്കുന്നു. എവിടെയൊക്കെയോ ഞാൻ തെറ്റിപ്പോയി, എവിടെയൊക്കെ ഞാൻ ക്രൂശിന്റെ ശത്രുവായി പോയി, ഇന്ന് ഞാൻ മടങ്ങി വരുന്നു. അപ്പാ, എന്നെ അങ്ങ് സ്വീകരിക്കണമേ, എന്നെ ചേർത്ത് പിടിക്കണമേ. ഉയരത്തുള്ളത് അന്വേഷിപ്പാൻ എന്നെ സഹായിക്കണമേ. ഉയരത്തുള്ളത് പ്രാപിപ്പാൻ, ഉയരത്തുള്ളത് അനുഭവിപ്പാൻ, ഉയരത്തുള്ളതിന് വേണ്ടി ഓടുവാൻ, ഉയരത്തുള്ളത് കരസ്ഥമാക്കുവാൻ. അവൻ സാക്ഷ്യം നഷ്ടപ്പെട്ട അനേകരെ പോലെയല്ല, മാതൃകയില്ലാത്ത അനേകരെ പോലെയല്ല, ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവരെ ഫോളോ ചെയ്യാനല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി ഇന്നയോളം നമ്മെ കൊണ്ടുവന്ന ദൈവം നമ്മോട് പറയുന്നു, എവിടെയൊക്കെയോ തളപ്പിലകൾ വന്നിട്ടുണ്ട്, പരാജയങ്ങൾ വന്നിട്ടുണ്ട്, അവിടെ നിന്നെല്ലാം നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥനയിൽ വന്നുപോയ പരാജയങ്ങളിൽ നമുക്ക് യഥാസ്ഥാനപ്പെടാം. ആരാധനയിൽ വന്നുപോയ പരാജയങ്ങളിൽ നമുക്ക് യഥാസ്ഥാനപ്പെടാം. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നതിന് പകരം ഭൂമിയിലുള്ളത് അന്വേഷിച്ച് ഞാൻ ജീവിച്ചത് എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങ് പറഞ്ഞു, നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും എന്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ഈ ഭൂമി നമുക്ക് വേണ്ടതൊക്കെയും എന്റെ കർത്താവ് തരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ പറഞ്ഞാൽ കർത്താവേ, ഐശ്വര്യമായി അങ്ങ് തന്ന ആത്മനിറവോട് വചനത്തിന്റെ വെളിപ്പാടോട് അങ്ങയുടെ ജനത്തോട് ഈ തിരുവെഴുത്തുകളെ പ്രസ്താവിപ്പാൻ പരിശുദ്ധാത്മാവ് ബലത്തിനായി നന്ദി. അങ്ങ് ഇടപെട്ട വചനങ്ങൾ, അങ്ങ് തന്ന ഉറപ്പാടുകൾ അതിലൂടെ പ്രസ്താവിച്ചു. അത് ഈ ജനത്തിന് അനുഗ്രഹമാകട്ടെ, ഈ സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. യേശുവിൻ അത്ഭുത നാമത്തിൽ തന്നെ നന്ദി പറയാ. സെക്ഷനിൽ എല്ലാ പ്രിയപ്പെട്ടവരും നേരത്തെ എത്തിച്ചേരുക. ഒരുമിച്ച് നല്ല വചനങ്ങളെ തുടർന്ന് ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം.